അൻസിബ ഇതിന് മറുപടി പറയണം. ഞാൻ എപ്പോഴാണ് ഭീഷണിപ്പെടുത്തിയത്? പ്രിയങ്ക ചേച്ചി ഭീഷണിപ്പെടുത്തി. ഞാൻ അത് പറയണമല്ലോ, ഇനി പറയാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഇതറിയട്ടെ എല്ലാവരും. കാരണം ഞാൻ എന്താണ് ഭീഷണിപ്പെടുത്തിയതെന്ന് ഞാനിപ്പോൾ അത് വെളിപ്പെടുത്തി എനിക്ക് പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറയണത്. എങ്ങനെയാണ് ലക്ഷ്മിപ്രിയയുടെ വോയിസ് പുറത്തു പോയത്? ഈ ലക്ഷ്മിപ്രിയ പറഞ്ഞ വോയിസ് ആരായിട്ടെന്നുള്ളത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞല്ലോ കണ്ടുപിടിക്കണമെന്ന്. ആര് പറക്കേക്കാൻ? അൻസിബ സംസാരിക്കാൻ കയറിയപ്പോൾ ശ്വേതാമേനടക്കം എല്ലാവരും പുറത്തു പോയായിരുന്നു. അവരൊക്കെ വെളിയിലുണ്ടായിരുന്നത്. അത് CCTV ഇട്ട് അറിയാൻ പറ്റും. കാരണം അൻസിബ സംസാരിക്കുന്നിട്ട് പോയതല്ല. അതിനു മുമ്പ് ഈ പ്രശ്നങ്ങൾക്ക് എന്തോ സംസാരിക്കാൻ വേണ്ടി എല്ലാവരും കൂടി ഡിസ്കഷനായിട്ട് പുറത്തേക്ക് പോയി. അവിടെ സംസാരിക്കാമെന്നും പറഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഏകദേശം അൻസിബയുടെ സംസാരം തീർന്നായിരുന്നു. അല്ല, എന്ത് പ്രശ്നം ഉണ്ടായിരുന്നു? അതെ, ഞാൻ പറയട്ടെ, മര്യാദയ്ക്ക് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ ചില സ്ഥലങ്ങളിൽ ഇതൊരു വിഷമമാണ് അവർക്ക്. എന്ത് കാര്യത്തിനാണ് നിങ്ങൾ അത് ചോദിക്കുന്നത്? ഞങ്ങളിവിടെ മറുപടി പറഞ്ഞു കൊടുക്കുന്നില്ലേ? നിങ്ങളുടെ കൂടെ ഉത്തരം ഞാൻ പറയാൻ നിൽക്കണോ? ശ്വേതാമേനോൻ ഇന്ന പ്രസിഡന്റായിട്ട് ഇരുന്നിരുന്ന ഈ അമ്മയില് സത്യം പറഞ്ഞാൽ എന്താ സംഭവിച്ചതെന്ന് കറക്റ്റായിട്ട് എനിക്കറിയാം. എന്താണ് സംഭവിച്ചത്, ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളത്. ഇറങ്ങിപ്പോ എന്ന് ഒരിക്കലും ആരോടും പറയരുത്. ഒരു സംഘടനയ്ക്കകത്ത് നമ്മൾ ആരോടും ഇറങ്ങിപ്പോ, നിങ്ങൾ എന്താ ഇറങ്ങിപ്പോവാത്തെന്ന് ചോദിക്കാൻ പാടില്ല. ഞാൻ അതിനൊന്നും പ്രതികരിക്കാതിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ തുറന്നു പറയാൻ തയ്യാറായ ഒരു കാര്യമുണ്ട്. അമ്മ സംഘടനയ്ക്കകത്ത് ഉണ്ടായ ഏറ്റവും വലിയ പ്രശ്നം ശ്വേതാ മേനോൻ എന്ന് പറഞ്ഞ ആള് എൻ്റെ മനസ്സിൽ തോന്നുന്നു എനിക്ക് ട്രാപ്പിടാണ്. ഇതെല്ലാവരും കൂടെ പ്ലാൻ ചെയ്തു എന്നാണ് ഞങ്ങൾ ചിന്തിക്കുക. അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ. ഈ ഓഡിറ്റർക്കും ഒരു അഡ്വക്കേറ്റും അറിയാത്തൊരു കാര്യം ശ്വേത എങ്ങനെ മനസ്സിലാക്കും? എന്തിനു വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും പ്രതികരിക്കുന്ന പ്രിയങ്ക അനൂപ് അമ്മയുടെ ജനറൽ ബോഡി മീറ്റിംഗിന് ശേഷം കുറച്ച് സൈലന്റ് ആയി പോയോ? ഞാൻ സൈലന്റ് ആയിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കും സൈലന്റ് ആയെന്ന്. എനിക്ക് സൈലന്റ് ആയിട്ടിരിക്കേണ്ട ആവശ്യമില്ല. കാരണം ആരെന്ത് ചോദിച്ചാലും വ്യക്തമായ മറുപടി എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ സൈലന്റ് ആവാറില്ല. ഇപ്പൊ പ്രതികരിക്കണ്ട എന്നൊരു തീരുമാനം ഉറച്ചു മനസ്സിലെടുത്ത് അതെന്താന്ന് വെച്ചാൽ, മുൻപേ അമ്മയില് ഞങ്ങൾ ഒരു സംഘടന എന്ന് പറയുമ്പോൾ കുറച്ച് പാലിക്കേണ്ടതായ കാര്യങ്ങളുണ്ട്. സംഘടന എന്തിനാണ്? നമ്മുടെ എല്ലാവരും കൂടിയതല്ലേ ഒരു സംഘടന. അപ്പൊ ആ സംഘടനയ്ക്കകത്ത് ചിലപ്പോൾ ചില കാര്യങ്ങൾ അവിടെ തന്നെ തീർക്കേണ്ട കാര്യങ്ങളുണ്ടാവാം. അപ്പോൾ ഞങ്ങൾ കുറച്ച് നാൾ മുമ്പ് ഒരു മെമ്മറി കാർഡിന്റെ വിഷയം നിങ്ങളൊക്കെ കേട്ടിട്ടുള്ളതാണ്. ആ വിഷയം വന്നപ്പോൾ തന്നെ പറഞ്ഞു, ഇനി പുറത്ത് പ്രതികരിക്കരുത്. അത് അക്ഷരം പ്രതി അനുസരിച്ച ഒരാളാണ് ഞാൻ. കാരണം എനിക്ക് സംഘടന വലുതാണ്. ഇത് ഈ അമ്മ എന്ന് പറഞ്ഞാൽ തുടങ്ങി അന്ന് മുതൽ ഈ നിമിഷം വരെ ഞാനുണ്ട് കൂടെ. അപ്പോൾ എന്നെ പ്രതി അതിൽ നിന്ന് ആൾക്കാരെല്ലാവരും കൊഴിഞ്ഞു പോകുക എന്നുള്ളതല്ല. എല്ലാവരും അവിടെ സ്റ്റിക്ക് ചെയ്ത് അവിടെ നിൽക്കണം എന്ന ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ അന്നത്തെ ഒരു വിഷയം വന്നപ്പോൾ അമ്മയിൽ സംസാരിച്ച് തീർക്കാം എന്നുള്ളൊരു നിലപാട് ഞാൻ എടുത്തു. ഇത് പുറത്തു കൊണ്ടുപോയി ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള എല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. എന്ന് പറഞ്ഞാൽ വലിയ വലിയ താരങ്ങൾ തൊട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ജനങ്ങൾ ഇതെല്ലാം ശ്രദ്ധിക്കും. അപ്പോൾ നമ്മൾ ജനങ്ങൾക്കിടയിൽ നമ്മുടെ ഇടയിലുള്ള വിഷയങ്ങൾ, സംഘടനാപരമായ കാര്യങ്ങൾ സംഘടനയ്ക്കകത്ത് തീർക്കാതെ പുറത്തു കൊണ്ടുപോയാൽ ഇത് ചീത്തപ്പേര് വരുന്നത് അമ്മ എന്ന് പറയുന്ന ആ ഒരു പേരിനായിരിക്കും. അതുകൊണ്ടാണ്. അല്ലാതെ എനിക്ക് ഈ മിണ്ടുമ്പോൾ നമ്മൾ ഇതെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കില്ല, ഞാൻ നിർത്തി. വേറൊന്നും ഉണ്ടല്ല, സ്നേഹമുള്ളതുകൊണ്ടാണ്, സംഘടനയെ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പറയുമ്പോ നമ്മള് ഇപ്പോ അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ തലപ്പത്ത് അഡ്വോക്ക് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു ഭരണം ആണ് നിലനിൽക്കുന്നത്. അപ്പോ ആ ഭരണത്തിനെ കുറിച്ച് വിമർശിച്ച് പറയുന്നവരും ഉണ്ട്, പോസിറ്റീവായിട്ട് പറയുന്നതുണ്ട്. പക്ഷെ ചേച്ചിയുടെ കാഴ്ചപ്പാടിൽ ഇപ്പൊ നോക്കുമ്പോ ആ അഡ്വോക്ക് കമ്മിറ്റി നല്ല രീതിയിലാണോ പ്രവർത്തിക്കുന്നത്? ചേച്ചി സാറ്റിസ്ഫൈഡ് ആണോ? ഞാൻ പറയട്ടെ, ഒരു സംഘടനയിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എപ്പോഴും അതിനൊരു അഡ്വോ കമ്മിറ്റി വരലും തെരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ സാധാരണമാണ്. അവർ പ്രവർത്തിക്കുന്നത് നല്ലതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പ്രവർത്തിച്ച് തുടങ്ങിയിട്ടില്ല. ഇത് എല്ലാവരെയും ഒന്ന് സംഘടിപ്പിക്കാനാണ് ഇപ്പൊ നോക്കുന്നത്. കാരണം നമുക്ക് ആരും അമ്മയിൽ നിന്ന് മക്കളെല്ലാവരും ഇപ്പൊ അമ്മ എന്ന് പറഞ്ഞാൽ അതിന്റെ കീഴിൽ നിൽക്കുന്നൊക്കെ മക്കളല്ലേ. അപ്പോൾ മക്കൾ എന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ചേട്ടൻ, അനിയൻ, മക്കള് എല്ലാവരും സ്നേഹിക്കുന്ന കുറെ ആൾക്കാർ അവിടെ ഇല്ല. വെറുതെ പറയണതാ. അയ്യോ, അമ്മേനെ മക്കൾ നമ്മളൊക്കെ ഒറ്റ കെട്ടാ, ചുമ്മാതാ. അതെനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അനുഭവിച്ച ആളാണ്. അതൊന്നും ഞാൻ പറയുന്നില്ല. കാരണം അത് ഒരു സംഘടനയ്ക്കകത്ത് അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ തലതിരിഞ്ഞ പിള്ളേരുണ്ടാവുമല്ലോ. അപ്പൊ അതവിടെ കിടന്നോട്ടെ. ഇപ്പോഴത്തെ ഇപ്പോഴുള്ള ഒരു സംഘടനയിൽ ഹഡ്കോ കമ്മിറ്റി വന്നിരിക്കുന്നത്, അതിന് നിൽക്കുന്ന ആൾക്കാരെല്ലാം ഒരുവിധം നല്ല അറിയുന്ന, സംസാരിക്കാനും എങ്ങനെയെങ്കിലും ഇതൊന്ന് നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ആൾക്കാർ. അപ്പം അതിൻ്റെ ഒപ്പം നമ്മൾ നിൽക്കണം. നിന്നിട്ട് ഈ പോയ ആൾക്കാരെല്ലാവരെയും, ഞാൻ പറയണേ, ആരാണെങ്കിലും അമ്മയിൽ നിന്ന്
സിനിമ ഫീൽഡിലുള്ള ഏതൊരു വ്യക്തിയാണെങ്കിലും അവരെല്ലാവരെയും കൂട്ടിച്ചേർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഞാൻ ആലോചിച്ചു അന്ന് വന്നപ്പോൾ തന്നെ എന്തുകൊണ്ടാണ് പുറത്തു പോയ ആൾക്കാരെ ഒന്ന് സംസാരിച്ച് അവരെ ഒന്ന് എന്തുകൊണ്ട് ഞാൻ പറയട്ടെ, ഞാൻ സാധാരണ അതിലൊരു അംഗം, ഞാൻ വലിയ ആളൊന്നുമല്ല. ഞാൻ എപ്പോഴും പറയാനുള്ളത് പോലെ മലയാള സിനിമയിൽ ഭയങ്കര സംഭവമായിട്ട് പ്രിയങ്കയില്ല. സാധാരണക്കാരിൽ സാധാരണയായി എന്തെങ്കിലും കുറച്ചൊക്കെ വർക്ക് ചെയ്ത് ഒക്കെ ഇരിക്കുന്ന ഒരാൾ, അത്രേ ഉള്ളൂ ഞാൻ. എനിക്കത് നന്നായിട്ട് അറിയാം. എനിക്ക് ഒരു അഹങ്കാരവും ഇല്ല. കാരണം എന്താ അറിയോ, നമ്മളെല്ലാവരും ഒരുപാട് പ്രതീക്ഷ ഉണ്ടാവും. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത് വലിയൊരു ലോട്ടറി അടിച്ച പോലെയാണ്. കാരണം ഞാൻ സിനിമ ഫീൽഡിൽ വരണമെന്ന് ആഗ്രഹിച്ച ആളെയല്ല. അപ്പോൾ എനിക്കിപ്പോൾ കിട്ടിയ ഒരു ഇത്, ഞാൻ അതന്നെ എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് എനിക്ക്. ഇത്രയും ആൾക്കാരുടെയും നടന്മാരുടെയും എല്ലാവരുടെയും ഇടയിൽ നമ്മളും ഒരു അമ്മയിലെ അംഗമാവുക എന്ന് പറഞ്ഞാൽ അഭിമാനപൂർവ്വം തന്നെയാണ് നിൽക്കുന്നത്. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ പോലെ തലതിരിഞ്ഞ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അതെല്ലാം നമ്മൾ വിളിച്ച് അതെല്ലാം കൊണ്ടുവന്ന് അതെല്ലാം സോൾവ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് പകരം ഉണ്ടായത് നേരെ തിരിച്ചാണ് അമ്മയിലുണ്ടായത്. ഈ ഭരണസംഘടനയില്, അതായത് തലപ്പത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ കണ്ട ഭാരവാഹികളിൽ നമുക്ക് യുവാക്കൾ പൊതുവെ കുറവാണ്. യുവത്വം എന്ന് പറയുന്നത്, നമ്മളിപ്പോ ഫിലിം ഇൻഡസ്ട്രിയിൽ ഒത്തിരി യുവാക്കൾ വരുന്നുണ്ട്. അവരുടെ പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ അവിടെ ഒരു എന്താ പവർ ഈ യുവാക്കൾക്ക് ഇല്ല. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ ഈ ജനറൽ ബോഡി മീറ്റിംഗിൽ നമ്മൾ ഈ പറയുന്ന ഈ യുവ നടന്മാരോ നടിമാരോ ആരും തന്നെ പറയത്തക്ക രീതിയിൽ ഒരു റിപ്പോർട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ന്യൂസ് ചാനലിന് ഇത് കൊടുക്കുക അല്ലെങ്കിൽ ആ മീറ്റിംഗിൽ പോലും പങ്കെടുത്തിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ചേച്ചി യുവാക്കള് നമ്മളെ സംഘടനയിൽ ഇഷ്യൂവിൽ നിന്നോ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളിൽ നിന്നോ മാറി നിൽക്കപ്പെടുന്നത്? ഒരു സംഘടന എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരുമിച്ച് വേണം. ഇതിൽ നമ്മൾ അഭിനയിക്കുന്ന എല്ലാവരും മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ എല്ലാവരും വന്ന് ആ ഒരു ദിവസം എല്ലാവരും കൂടെ ആലോചിച്ച് ജനറൽ ബോഡി തീരുമാനിക്കുന്നത്. അതാണ് ഒരു സംഘടനയുടെ ഒരു നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ ജനറൽ ബോഡിയാണ്. ജനറൽ ബോഡി അംഗീകാരം കിട്ടാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഈ തവണ തന്നെ ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ശ്വേതാ മേനോൻ വന്നപ്പോഴാണെങ്കിലും ഞാൻ വിചാരിച്ചത് സ്ത്രീകളാവുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് പോയി. ഇത്ര നാളും പുരുഷന്മാരും മക്കൾ ആളുകൾ ഇതായി. ഇനി പെണ്ണുങ്ങൾ വരുമ്പോൾ എൻ്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ എല്ലാവരെയും മേഘോപിച്ച് നമ്മുടെ കുറേ അതിനകത്ത് ഏറ്റവും വിഷമമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊന്നും അറിയാതെ നിസ്സഹായാവസ്ഥയിൽ എന്ത് ചെയ്യണം, ആരെങ്കിലും പറയുമ്പോൾ കൈ പൊക്കണോ, അവർക്ക് സപ്പോർട്ട് ചെയ്യണോ, ഇവർക്കാണോ സപ്പോർട്ട് ചെയ്യണേ എന്നറിയാൻ പറ്റാത്ത കുറേ ആളുകൾ അതിനകത്തുണ്ട്. എനിക്കറിയാം അവരുടെ വിഷമം എന്താണെന്ന്. ഈ മരുന്നാണെങ്കിലും ഈ ഒരു കൈനീട്ടാണെങ്കിലും മേടിച്ച് ജീവിക്കുന്ന കുറച്ച് പേര് അതിനകത്തുണ്ട്. എനിക്ക് അവരെ കുറിച്ച് ഓർത്താണ് ദുഃഖം. കാരണം എന്താ വെച്ചാൽ അവർക്ക് എന്ത് പറയണമെന്നറിയില്ല, അവരെന്താ സപ്പോർട്ട് ചെയ്യേണ്ടത്. ഇപ്പം ശ്വേതാ മേനോൻ ഇരുന്നിരുന്ന പ്രസിഡന്റായിട്ട് ഇരുന്നിരുന്ന ഈ അമ്മയില് സത്യം പറഞ്ഞാൽ എന്താ സംഭവിച്ചതെന്ന് കറക്റ്റായിട്ട് എനിക്കറിയാം. എന്താണ് സംഭവിച്ചത്, ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം എന്തുകൊണ്ടാണ്. അതിനുവേണ്ടി ഞാൻ മാക്സിമം സ്ട്രഗിൾ ചെയ്തു. രാജിവെച്ച് പോവാതിരിക്കാനും. ഇറങ്ങിപ്പോ എന്ന് ഒരിക്കലും ആരോടും പറയരുത്. ഒരു സംഘടനയ്ക്കകത്ത് നമ്മൾ ആരോടും നിങ്ങൾ എന്താ ഇറങ്ങിപ്പോവാത്തെന്ന് ചോദിക്കാൻ പാടില്ല. തെറ്റാണത്. കാരണം അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ തെറ്റുണ്ടോ മാറ്റി വെച്ചു എല്ലാവരും കൂടെ സംസാരിച്ച് സോൾവ് ചെയ്ത് പോവാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇല്ല പറ്റില്ല പറഞ്ഞ് മനസ്സിലായി തൽക്കാലം മാറി നിൽക്ക്, അഡ്കോ കമ്മിറ്റി വന്നിട്ട് നമുക്ക് അടുത്ത ജനറൽ ബോഡിയിൽ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കേണ്ടത്. അല്ലാതെ അവിടെ കിടന്ന് വെല്ലുവിളിയും ബഹളമൊക്കെ കാണിച്ചാൽ ഇതെല്ലാം പുറത്ത് വന്ന് ജനങ്ങളുടെ ഇടയിലും ആൾക്കാരുടെ ഇടയിലും നമ്മുടെ സംഘടനയ്ക്കാണ് അതിൻ്റെ ഒരു ചീത്തപ്പേര് വരുന്നത്. ഇതിപ്പം ഈ ഒരു അമ്മയിൽ നടക്കുന്ന ഇഷ്യൂസിനെ പറ്റി സംസാരിക്കുമ്പോൾ കുറച്ചും കൂടെ ഡെപ്തിലേക്ക് നമ്മൾ പോകണം ചേച്ചി. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ടു മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ആഴങ്ങളിൽ. ഓക്കെ, നമുക്ക് ആഴത്തിൽ തന്നെ ഈ ഒരു ഇഷ്യൂവിനെ പറ്റി സംസാരിച്ച് തുടങ്ങാം. കാരണം ഇത് തുടങ്ങുന്നത്, എൻ്റെ ഒരു അറിവിൽ ഇത് തുടങ്ങുന്നത് അമ്മയുടെ ഒരു എന്താ പറയാ കുടുംബ സംഗമത്തിന്റെ പ്രോഗ്രാം, ഡാൻസിന്റെ പ്രോഗ്രാമിന്റെ ഇടയിൽ തോന്നുന്നു ചേച്ചി ആ ഡാൻസിന്റെ ഒരു ഭാഗമായിരുന്നു അല്ലെ. അപ്പൊ ആ ഒരു സമയത്ത് ഇപ്പൊ ലക്ഷ്മിപ്രിയ ചേച്ചി ഈ അടുത്ത് കൊടുത്ത ഇന്റർവ്യൂവിൽ അടക്കം പറയുന്നുണ്ടായിരുന്നു ആ ഡാൻസിന്റെ ഇടയ്ക്ക് സജിത ബേട്ടി അങ്ങനെ ഒരു പേര്, പല പേരുകളും ലക്ഷ്മിപ്രിയ ചേച്ചി എടുത്തിടുക, അവര് റൂമിൽ പൂട്ടിയിട്ടു, നീന കുറുപ്പ് പൂട്ടിയിട്ടു എന്നൊക്കെ പറഞ്ഞ് പല അലിഗേഷൻസും പറയുന്നുണ്ട്. അപ്പോൾ ആ ഡാൻസിന്റെ അവിടെ മുതലാണ് ഈ ഇഷ്യൂസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നത്തെ ആ പരിപാടി ചേച്ചി ഉണ്ടായിരുന്നു, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ശരിക്കും എന്താ അതിൽ സത്യാവസ്ഥ? അത് കുടുംബസംഗമം ഞാൻ ആകെ ആ തിരുവാതിരകളിയും വേറെ 2 മാത്രമേ ഞാൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിനകത്ത് സൈതാബേട്ടി ഉണ്ടായിരുന്നു. ഓൾറെഡി ഇവർ ഈ ഡാൻസ് ലീഡ് ചെയ്ത് കളിച്ചിരുന്നതിൽ സവിതാബേട്ടിക്ക് ലീഡിങ് ഇല്ലായിരുന്നു, കുറച്ച് പുറകിലാണ്. ഞങ്ങളൊക്കെ രാധമാരുടെ ഡാൻസ് ഇങ്ങനെയായിട്ടാണ് വന്നിരുന്നത്. അപ്പൊ അതിനകത്ത് ഇമ്പോർട്ടൻസ് കുറവാണ്. അപ്പോ ആ സമയത്ത് ഡ്രസ്സ് എല്ലാവർക്കും ഈ ലക്ഷ്മി തന്നെയാണ് എല്ലാവർക്കും എടുക്കണതും ഒക്കെ. ലക്ഷ്മിപ്രിയ ഇവൾക്കും ഡ്രസ്സ് എടുത്തിരുന്നു, ടൈമിന് വരണം എന്ന് പറഞ്ഞു. അതിൽ ചെയ്തുകൊണ്ടിരുന്ന രൂപശ്രീ ആ സമയത്ത് വന്ന് ജോയിൻ ചെയ്തു. അപ്പോഴും ഞങ്ങൾ
സവിത ബേട്ടിനെ ഞാൻ അന്വേഷിച്ചു. ഞാൻ അന്വേഷിച്ചിട്ട് ഞാൻ ചോദിച്ചു വന്നില്ലല്ലോ എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ ആരും ഒന്നും പറഞ്ഞില്ല. വരട്ടെ ഇനിയിപ്പോൾ വേറെ അവിടെ പോയി വിട്ടു. കാരണം ഞങ്ങൾക്ക് ടൈമായി കയറാൻ. ഞങ്ങൾ കയറി കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ ചോദിച്ചു എന്താണ്, ഞാൻ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു സവിത ബേട്ടി എന്തുകൊണ്ട് വരാഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്ത് പറ്റി വരാഞ്ഞ്. എന്നോട് ആ കുട്ടി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ, ഞാൻ അവിടെ ഫാഷൻ ഷോന്റെ അവിടെ നിൽക്കുമായിരുന്നു, സമയമായിട്ടില്ലെന്ന് വിചാരിച്ചു, ഇത് കഴിഞ്ഞിട്ടല്ലേ അതെന്ന് വിചാരിച്ചു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എന്ന്, ദേ നീയുള്ള പ്രോഗ്രാം സ്റ്റേജിൽ കയറി. ഇതാണ് എനിക്ക് കിട്ടിയ റിപ്ലൈ. ലക്ഷ്മിക്ക് കിട്ടിയ റിപ്ലൈ എന്താണെന്ന് വെച്ചാൽ ആരോ പറഞ്ഞതാണെന്നാണ് പറഞ്ഞത്, എനിക്കറിയില്ല, ലക്ഷ്മി കേട്ടത് എനിക്ക് പറയില്ല, പക്ഷെ ഞാൻ കേട്ടത് ഇങ്ങനെയാ, അവിടെ ആരോ ഡ്രസ്സ് ചെയ്യാനും ബ്ലോക്ക് ചെയ്ത് വെച്ചു, അതുകൊണ്ടാണ് വരാഞ്ഞതെന്ന്. ഇതെല്ലാം പ്രശ്നം ഉണ്ടാക്കിയത് സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞാൽ സവിത ബേട്ടിക്ക് എന്ത് ചെയ്യുമായിരുന്നു, നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാം അവിടെ നടക്കുന്നുണ്ടോ, ഞങ്ങൾ എല്ലാവരും അവരുടെ ഫോണിൽ വിളിച്ച് സൈതനെ കിട്ടിയില്ല. അപ്പോൾ രൂപശ്രീ ഇങ്ങോട്ട് വന്ന് ജോയിൻ ചെയ്തു. അപ്പോഴെങ്കിലും ഓടി വരായിരുന്നു, അവർക്ക് വരായിരുന്നു. അവിടെ ഒരു ടൈം ഗ്യാപ്പ് ഇഷ്ടം പോലെ ഉണ്ട് അടുത്ത ഫാഷൻ ഷോയ്ക്ക്. ഈ കുട്ടി പോയി റെഡി ആയിട്ട് വേണം ഫാഷൻ ഷോയ്ക്ക് കയറാൻ. അപ്പൊ അങ്ങനെ കുറച്ച് ആരൊക്കെയോ പറഞ്ഞു കൊടുത്ത് ലക്ഷ്മി കേട്ടപ്പോ ഓൾറെഡി നമ്മളൊരു ടീമാണ്, അതിനകത്ത് കുറെ പശപിച്ച അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും, അതൊക്കെ സ്വാഭാവികം, അതൊക്കെ നമ്മൾ അപ്പുറത്തത് കഴിഞ്ഞ് തീരും, അങ്ങനെയാണ്. പക്ഷെ ഇത് കേട്ടത് ലക്ഷ്മി ഇങ്ങനെയാ, ലക്ഷ്മി പ്രിയയുടെ പ്രോഗ്രാമിൽ വിടാതെ മനഃപൂർവ്വം അവിടെ പിടിച്ചു വെച്ചു എന്ന് വേറെ ആരോ ലക്ഷ്മിയെ പറഞ്ഞ് അങ്ങ് വിശ്വസിപ്പിച്ചു. ലക്ഷ്മി എടുത്തു ചാടി സംസാരിക്കാൻ ലക്ഷ്മി എന്ത് ചെയ്തു, ആ ഒരു വിഷമം എല്ലാം കൂടെ ലക്ഷ്മിയാണ് അന്ന് ആ സംസാരിച്ചത്. അത്രയും പ്രശ്നങ്ങൾ ഉണ്ടായി അന്ന് ആ ഒരു വോയിസ് വന്നത്. ഞാൻ ചോദിച്ചു, എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ സംഘടനയ്ക്കകത്ത് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് വന്ന ഒരു വോയിസ് ആണത്. ഇതെങ്ങനെ പുറത്തു വന്നു അതല്ലേ ചോദിക്കേണ്ട ആദ്യം. എന്താണ് ഇവരുടെ സംഘടനയ്ക്ക് അപ്പോൾ ഈ വോയിസ് അതിനകത്ത് കിടക്കുന്നില്ല, എന്താ ഉള്ളത്, എന്ത് സംസാരിക്കുന്നു, എല്ലാ കാര്യവും പുറത്തറിയാമെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ ആവശ്യമുണ്ടോ? സംഭവിച്ചതല്ലേ, അത് പോയില്ലായിരുന്നെങ്കിൽ എങ്ങനെ അറിയും? അപ്പൊ ഇതെല്ലാം അതിനകത്ത് ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്യാതെ എത്ര പറഞ്ഞാലും മനസ്സിലാവാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ ഞങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ലക്ഷ്മി കേട്ടപ്പോൾ ഫസ്റ്റ് ഞാൻ വിളിച്ചു പറഞ്ഞു, ലക്ഷ്മി പാടില്ല. കാരണം നമ്മളൊരു വോയിസ് ആരെ ചീത്ത പറഞ്ഞാലും എത്ര പറഞ്ഞാലും അവരുടെ മനസ്സും വേദനിക്കും. ആ പറയുന്ന വ്യക്തിയുടെ മക്കളാണെങ്കിലും അമ്മയാണെങ്കിലും പ്രായമുള്ളവരൊക്കെ ഈ സാധനം ഈ എത്രത്തോളം നമ്മുടെ സോഷ്യൽ മീഡിയ ഉണ്ട് അത് മുഴുവൻ അവിടെ കിടക്കും, ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റില്ല. നമുക്ക് വേണ്ടി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. ഈ സാധനം അവിടെ കിടക്കും തോറും ഈ കുട്ടി വളർന്നാലും ഇവരുടെ അമ്മയാണെങ്കിലും ഇത് കേൾക്കുമ്പോൾ നശിച്ചു അങ്ങനെ പറയുമ്പോൾ ഭയങ്കര വിഷമമാണ്. ഞാൻ പറഞ്ഞു തെറ്റാണ് ചെയ്തത്, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ വിളിച്ചപ്പോൾ തന്നെ പറയും, എനിക്ക് പറയാതിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എനിക്ക് എല്ലാവരും എൻ്റെ സുഹൃത്ത്, ഞാൻ ആരുമായിട്ട് അങ്ങനെ വഴക്കുണ്ടാക്കി പോകാത്ത ആളാണ്. ഞാൻ വിളിച്ചു പറഞ്ഞു തെറ്റ്, അത് ചെയ്യാൻ പാടില്ലായിരുന്നു കേട്ടോ, ഇനി ഇത് ജീവിതകാലം മുഴുവൻ കിടക്കില്ലെന്ന് ഞാൻ ചോദിച്ചു. അതിനുശേഷം ഞാൻ കേട്ടത് ലക്ഷ്മി വിളിച്ച് മാപ്പ് പറഞ്ഞു, ശ്വേതയുടെ ഫോണിൽ നിന്ന് വിളിച്ച് സോറി പറഞ്ഞു, വിട്ടുകളാന്ന് പറഞ്ഞു, ഇതെല്ലാം അംഗീകരിച്ചു എന്നൊക്കെയാണ് ഞാൻ കേട്ടത്. നമുക്ക് ആ പിക്ചറേ അറിയൂ, നമ്മളൊന്നും ആ സ്ഥലത്തില്ല. അതാ പറഞ്ഞ നമുക്കറിയില്ലല്ലോ, നമ്മൾ ഈ കേട്ടറിവല്ലേ നമുക്കുള്ളൂ, എനിക്കും അത്രയല്ലേ ഉള്ളൂ. അപ്പോഴേ വായിച്ചോ സംഭവം സോൾവ് ആയല്ലോ. ഇതല്ലാതെ ഇതിനകത്ത് വലിയ വലിയ വിഷയങ്ങൾ ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞ് അമ്മ എന്ന് പറയുന്ന ആ ഒരു പുണ്യമായ ഒരു പേരിനെയാണ് നമ്മളെല്ലാവരും ഈ അതിനകത്തുള്ള ആൾക്കാർ പുറത്തുനിന്ന് സംസാരിക്കുമ്പോൾ കളങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്യരുത്. എത്ര പേര് അതിനകത്ത്, ഇവര് മാത്രമല്ല ഇതിനകത്ത് ഒന്നും മിണ്ടാതെ ഇപ്പൊ പറഞ്ഞില്ലേ യുവാക്കളായ അജു വർഗീസ് വന്ന് 2 വാക്ക് സംസാരിച്ചിട്ട് പോയി. സത്യം പറഞ്ഞാൽ അജു ഒക്കെയാണ് ഇത്രയും നന്നായിട്ട് സംസാരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇപ്പൊ ഉള്ള കുട്ടികൾക്കൊക്കെ നന്നായിട്ട് അറിയാം, അവരൊക്കെ വരണം. ഞാൻ പറഞ്ഞത് നിങ്ങളെല്ലാവരും ധ്യാൻ ശ്രീനിവാസൻ, ഒരുപാട് ആസിഫ് അലി, കുഞ്ചാക്കോ ബോബൻ, പൃഥ്വിരാജ്, ടൊവിനോ, ഇവരൊക്കെ കയറി വരണം. ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ്ടാവുന്നറിയോ, ഒരു മാറ്റം. ഇപ്പോ 10 വർഷം പഠിച്ചിട്ട് ഇറങ്ങിക്കഴിഞ്ഞു നമ്മുടെ സതീശൻ സാറ് കയറി, എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കുറച്ചെങ്കിലും മാറ്റം. ഈ തുടക്കം മാത്രമല്ലാണ്ട് പോയാൽ അവർക്ക് 10 അല്ല 20 വർഷം ഭരിക്കാൻ പറ്റും. ജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇവരെയൊക്കെ തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ പറയണത് അതുപോലെ ഇവരൊക്കെ കയറിയ കുറെ മാറ്റങ്ങൾ വരും. ആ മാറ്റങ്ങൾ നമ്മൾക്ക് നല്ലതാണ് കിട്ടുക. അവരുടെ ചിന്താഗതി വേറെ ആയിരിക്കും, അവര് ക്യാൻവാസ് ചെയ്യുന്നത് വേറെ രീതിയിലായിരിക്കും. അതൊക്കെ നമുക്ക് നല്ലതാണ്. പക്ഷെ അതിന് പകരം നമ്മൾ സംഘടനയെ അതിനകത്ത് നിന്ന് പറഞ്ഞ് പത്രങ്ങളിലും മാധ്യമങ്ങളും പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഞങ്ങൾക്ക് ആവായിരുന്നില്ലേ. ഞാൻ വേറെ 1-2 കാര്യം അവരോട് പറഞ്ഞുതരാം. അമ്മ സംഘടനയിൽ പ്രശ്നങ്ങളുണ്ടായി, കുറെ നടന്മാരെ പ്രശ്നമായി, അറസ്റ്റ് ചെയ്യണം, ഇല്ലേ, അറിയാലേ, ആരുടെ പേരൊന്നും പറയുന്നില്ല. ഈ സമയത്ത് ഞങ്ങൾ സ്ത്രീകളായ ഞങ്ങളൊക്കെ പുറത്തിറങ്ങുമ്പോൾ എത്ര മോശമായ വാക്കുകൾ ഞങ്ങൾ കേട്ടിട്ടുണ്ടെന്നറിയോ? ഞങ്ങൾ എന്നിട്ട് എന്ത് ചെയ്തു, ഞാൻ കേട്ടിട്ടുണ്ട് നേരിട്ട്. പിന്നെ അറസ്റ്റ് പ്രശ്നങ്ങളും ഹേമ കമ്മിറ്റിയിലും മറ്റേ പ്രശ്നം അതിനകത്ത് അന്തസ്സായിട്ട് ചെയ്ത ആളാരാണ്, നിവിൻ പോളി. ഫുൾ തെളിവും കൊണ്ട് കാണിച്ചില്ലേ. അപ്പൊ അതുപോലെ കാണിക്കാൻ പറ്റി കഴിഞ്ഞാൽ എല്ലാവർക്കും തെളിവ് കൊണ്ട് കാണിക്കാം.
അപ്പൊ അതിനകത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാണിക്കാൻ പറ്റില്ല. ഈ ജനങ്ങൾ ചോദിക്കുന്നത്, ഞങ്ങളെപ്പോലുള്ള സ്ത്രീകൾ ഇപ്പൊ കഴിഞ്ഞ തവണ യമുന ഒരു ഇന്റർവ്യൂ എടുത്തു. യമുന പറഞ്ഞത് വളരെ കറക്റ്റാ. നമ്മൾ പുറത്ത് ഞങ്ങള് ഫ്ലൈറ്റിൽ എപ്പോഴും കയറി പോകുന്ന ആൾക്കാരല്ല. ഈ ഇടയ്ക്ക് നിൽക്കുന്ന ആർട്ടിസ്റ്റുകളായ ഞങ്ങളുടെ കാര്യമാണ് ഞാൻ പറയണത്. അവർക്കൊക്കെ അങ്ങ് പോയാൽ മതി. എല്ലാവരും അങ്ങനെ പോകും, കേൾക്കൂല. ഈ ഞങ്ങളെ പോലുള്ളവർ മാർക്കറ്റിൽ പോകാനോ അത് പോകാനോ ഇത് പോകാനോ കൊച്ചിനെ കൊണ്ട് ആശുപത്രി പോകുമ്പോഴൊക്കെ കേൾക്കുന്ന വാക്കുകൾ എന്താണെന്നറിയോ? അമ്മയിൽ എന്താണ്? ഈ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ ഹേമ കമ്മിറ്റി കഴിഞ്ഞ് കുറെ അറസ്റ്റും പ്രശ്നങ്ങളും ഇതൊക്കെ ഉണ്ടായല്ലോ. പുറത്ത് വന്ന ഞങ്ങളോട് ഈ സ്ത്രീകളായ ഞങ്ങളോട് ചോദിച്ചത് എന്താ? ഞങ്ങൾ എന്ത് പറഞ്ഞു? എന്നിട്ട് മാധ്യമങ്ങൾ കയറി എന്തെങ്കിലും പറഞ്ഞോ? ഞങ്ങളുടെ സഹപ്രവർത്തകരാ, ശരി, തെറ്റ് ചെയ്തിട്ടുണ്ടോ, അത് അതിനുള്ള ശിക്ഷ കിട്ടണം. നമുക്ക് മിണ്ടാൻ പറ്റുമോ? എനിക്ക് പറയാൻ പറ്റുമോ? കോടതിയിൽ ഇരിക്കുന്ന കേസ്, ഓ അവരങ്ങനെയല്ലേ, ഞാൻ കയറിയിരുന്ന് അങ്ങ് പറയാൻ പറ്റുമോ? ഇല്ല, പറയൂല. നമ്മൾ സഹിച്ചില്ലേ? അതിന് വലിയ വിഷയമാണോ ഇപ്പൊ നടക്കണത്? പറ, എന്തൊക്കെ ഞങ്ങൾ കേട്ടു. ഹേമ മറ്റേ മെമ്മറി കാർഡ്, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും, ഞാൻ ഒന്നും ഒരാളുടെ പേരാണ്, എനിക്ക് അങ്ങനത്തെ അനുഭവം ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ ഇപ്പോഴും ഞാൻ പറയാറുണ്ട്, എൻ്റെ കുറ്റി എൻ്റെ വാതിനകത്ത് എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം വന്നിട്ടുമില്ല, വരാൻ ഞാൻ നിൽക്കാറുമില്ല. ഇനി വന്നു പോയിട്ടുള്ളവർ ചിലപ്പോൾ പേര് പറഞ്ഞിട്ടുണ്ടാവും, എന്ത് മോശമായി സംസാരിച്ചത്. അവർക്ക് അനുഭവം വന്നു എന്നല്ല ഇതിനർത്ഥം. നമ്മളോട് മോശമായി സംസാരിച്ച ആൾക്കാരുടെ പേരടങ്ങിയ ഒരു മെമ്മറി കാർഡാണ് ലളിത ചേച്ചി മരിച്ചുപോയ ആളുടെ പേരിൽ അങ്ങ് വെച്ചു. ഞങ്ങളോട് വേണേൽ കേസിന് പൊക്കോളാൻ. ഞങ്ങൾ കേസിന് പോയാൽ എന്താ സംഭവിക്കുക? ഈ കേസിന് പോയി നമ്മൾ ഓരോന്നിറങ്ങി വരുമ്പോഴും ഓരോ പത്രക്കാരോട് നമ്മൾ പറയണം. അപ്പൊ ആർക്കാണ് കിട്ടുന്നത്? അമ്മ. ഒരു അസോസിയേഷന്റെ പേരിലേക്കാണ് പോണത്, എൻ്റെ വീട്ടിലേക്കല്ല ഈ പ്രശ്നം വന്നത്. ഞങ്ങൾ മിണ്ടിയില്ല. ശരി, ജനറൽ ബോഡി വരട്ടെ. ഒരാൾ പോലും ജനറൽ ബോഡിയിൽ മിണ്ടിയില്ലല്ലോ. എന്റെ മെമ്മറി കാർഡ് മുങ്ങിയോ? ഈ വിഷയം സംസാരിച്ചില്ലല്ലോ. എന്തേ പറയാഞ്ഞത്? അപ്പൊ മെമ്മറി കാർഡ് ആർക്കും വേണ്ടേ? ഇപ്പൊ ആർക്കും പ്രശ്നമില്ല. എന്തുകൊണ്ട്? അതായത് ഇതൊക്കെ എന്തുകൊണ്ട് മാറ്റിവെക്കുന്നു? മല്ലിക ചേച്ചി കാര്യം എന്തൊക്കെയാണേലും മോനെ പോലെ തന്നെ എടുത്തടിച്ച് നല്ലപോലെ സംസാരിക്കുന്ന ഒരാളെ എനിക്ക് മല്ലിക ചേച്ചിയോട് ഭയങ്കര ബഹുമാനം. ഞങ്ങളൊക്കെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനൊരു അമ്മ എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുന്നതാണ് മല്ലിക ചേച്ചീനെ. മല്ലിക ചേച്ചി പറയുന്ന ഓരോ വാക്കുകളും കറക്റ്റ് ആയിരിക്കും. മല്ലിക ചേച്ചിക്ക് സങ്കടം തോന്നി. ഒരു സ്ത്രീയെ 7 മണിക്കൂറോളം ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുക. എന്താ ഈ പറയണത്? ഞാനാണെങ്കിലും നിൽക്കുവോ? അന്ന് മീറ്റിംഗിൽ 7 മണിക്കൂറോളം സേത നിന്നില്ലേ അവിടെ? എന്തൊക്കെ തരണം ചെയ്ത് നിന്നു. ഈ കണക്കിന്റെ പ്രശ്നം പറയണത് എല്ലാവരും കൂടെ പറയാണ് ജനറൽ ബോഡി. സാരമില്ല, എന്തായാലും ഇത്രയും സ്വേദ നമുക്ക് ചെയ്തതല്ലേ, ഇനി ഒരു സമയം കൊടുക്കാം നമുക്ക്. അത് നമ്മളാ തീരുമാനിക്കുക. എന്ത് ബൈലോയിലുള്ള പ്രകാരമാണ് ആ ഇരിക്കുന്ന ആൾക്കാരൊക്കെ അവിടെ ഇരിക്കുന്നത്. ബൈലോ ആണോ എല്ലാം നോക്കണത്? ഈ ബൈലോക്ക് അകത്ത് ഞങ്ങൾക്കൊക്കെ കൈനീട്ടം തരുന്നുണ്ട്. ഞങ്ങൾക്കൊന്നും ഇലക്ഷന് നിൽക്കാൻ പറ്റില്ല. ഞാൻ നിന്നിട്ടല്ല പറഞ്ഞേ, എന്നെ വിട്ടേക്ക്. കുറേ ആൾക്കാരുണ്ട് ഇലക്ഷൻ നിൽക്കാൻ പറ്റിയ ആൾക്കാർ. നിൽക്കാൻ പറ്റില്ല, അവരൊക്കെ കൈനീട്ടം വാങ്ങുന്നുണ്ട്. അത് ബൈലോക്കകത്ത് അങ്ങനെ ഒരു ഇത് എഴുതി ചേർത്തിട്ടുണ്ട്, ഇലക്ഷൻ നിൽക്കാൻ പാടില്ല. എന്നാ ഈ കൈനീട്ടം തരുമ്പോ പറയണായിരുന്നു, ദേ കൈനീട്ടം തരുന്നതിന് നിങ്ങൾക്കൊന്നും ഇലക്ഷനും ഒന്നിനും നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കുറെ പേര് വാങ്ങൂലായിരുന്നു. ഇപ്പൊ പറയണ എന്താ വെച്ചാൽ, ഞാനിപ്പോ മേടിച്ച് 8 വർഷമായി, 8 വർഷത്തെ പൈസ ഞാൻ തിരിച്ചു കൊടുക്കണം. നടക്കണ കാര്യമാണോ? ഇലക്ഷൻ നിൽക്കാം. എന്ത് വിഷമമുണ്ട്? 8 വർഷത്തെ പൈസക്ക് തിരിച്ചു കൊടുത്തൊരു ഇലക്ഷൻ നിൽക്കാൻ പ്രാപ്തിയൊന്നും എനിക്കില്ല. എനിക്ക് ഇലക്ഷൻ നിൽക്കും വേണ്ട, ഞാൻ നിൽക്കാനും പോണില്ല. നമ്മൾ പുറത്തുള്ളത്, നമുക്ക് ആകെ ഉള്ളത് നല്ല രീതിയിൽ അമ്മ പോകണമെന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് കുറെ 10-200 പേരെങ്കിലും ഈ അമ്മയുടെ കൈ നീട്ടും ആ മരുന്ന് മേടിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്ന കുറെ പേര് അതിനകത്തുണ്ട്. ഒരു ജോലിയില്ല, അവർക്ക് വർക്കില്ല. ഞാൻ പറയണ, അമ്മയ്ക്കകത്ത് ഇന്നത്തെ വർക്കുകൾ ഉണ്ടാക്കുമോ, എന്തെങ്കിലും പ്രോഗ്രാം കൊടുക്കുമോ? ഞാൻ അന്ന് തിരുവാതിര കളി ഓൾറെഡി ഞങ്ങൾ 18 പേര് തിരുവാതിര കളിച്ചു. കാല് വയ്യാത്ത അമ്മമാരായാലും എല്ലാവരും തെറ്റിയാലും കുഴപ്പമില്ല, ഒച്ചയെടുത്ത് ബഹളം എടുത്ത് ഓക്കെയാണ് കളിക്കുകയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അത്രയും മോട്ടിവേഷൻ. അവരെല്ലാവരും കളിച്ച് വിത്തിൻ സെക്കൻഡ് കളി കഴിഞ്ഞ വഴിക്കാണ്, ആ തിരുവാതിര കഴിഞ്ഞ വഴിക്കാണ് നമ്മുടെ മൈജിയിലെ ഷാജി എന്ന് പറഞ്ഞ അദ്ദേഹം 10,000 രൂപ വെച്ച് അവർക്ക് കൊടുക്കാൻ, എല്ലാവർക്കും കൊടുക്കാൻ ആ സെക്കൻഡിൽ പറഞ്ഞു. നമുക്ക് കിട്ടിയതാ അതേ ആ തിരുവാതിര. അതേപോലെ തന്നെ ഈ പറയുന്നുണ്ടല്ലോ, അതെന്താ ആരും ഒന്നും പറയാഞ്ഞത്? ശിവന്റെ അമ്പലമാണല്ലോ ഇപ്പൊ വലിയ പ്രശ്നമായത്. ആ ശിവന്റെ അമ്പലത്തില് ഇതേ ആൾക്കാരെ വെച്ച് ഞാൻ തിരുവാതിര കളിപ്പിച്ച് 10,000 രൂപ വെച്ച് അവിടെ വെച്ച് ആ അമ്പലത്തിൽ നിന്ന് കൊടുത്തു. ഈ പറയുന്നപ്പം അൻസിബ പറഞ്ഞു, ആ അമ്പലത്തിൽ വരുന്ന പൈസയല്ല അമ്പലക്കാർക്കുള്ളതാണ്. അമ്പലത്തില് ഈ 10,000 രൂപ വെച്ച് ഇത്രേ പോലും വയ്യാതിരിക്കുന്ന ഈ അമ്മമാർക്ക് എല്ലാവർക്കും ഈ 10,000 രൂപ വെച്ച് അദ്ദേഹം കൊടുത്തു. ഞാനാ സാക്ഷി, എല്ലാവർക്കും കൊടുത്തു. അൻസിബ മുമ്പ് ഞാനാണ് അമ്പലത്തിൽ അൻസിബ കൊടുത്തിട്ടുള്ളത്. അൻസിബ അമ്പലത്തിൽ വന്നിട്ടുണ്ട് ഗസ്റ്റായിട്ട്. അൻസിബയ്ക്ക് പൈസയും കൊടുത്തിട്ടുണ്ട്. ഈ പൈസ അൻസിബ തിരിച്ച് അമ്പലത്തിൽ കൊടുത്തിട്ടില്ലല്ലോ, വീട്ടിലേക്കല്ലേ കൊണ്ടുപോയത്. ഞാൻ പറയുന്ന പോലും മനസ്സിലായല്ലോ. എല്ലാം അങ്ങനെയേ ഉള്ളൂ. അവനവന്റെ കാര്യങ്ങൾ അതൊക്കെ ആവുമ്പോ അങ്ങനെ ചെയ്യൂ. പറയുമ്പോ നമുക്കെല്ലാം പറയാം. ഈ അമ്മമാർക്ക് അന്നത്തെ ആ ഒരു മാസം അവർക്ക് കിട്ടിയത് 20,000 രൂപയാ. ഏത് നമ്മളിപ്പോ 20,000, ഇപ്പൊ എനിക്ക് 20,000 ചെറിയ പൈസയല്ല. ആ 20,000 രൂപ അവർക്ക് എത്ര ഉപകാരം ചെയ്തിട്ടുണ്ടാവും എന്നറിയോ? അവരൊരു പ്രാർത്ഥന എന്തായിരിക്കും എന്നറിയോ? അതൊക്കെയാണ് നമ്മൾ കാണേണ്ടത്. അതായത് ജാതി മതമൊന്നുമില്ല. ഞാൻ പറയാം, എല്ലാ ജാതിയും ഞാൻ ഒരുപോലെ ഒന്ന് വിശ്വസിക്കുന്ന ആളാ. ഇപ്പൊ എന്നെ കുറിച്ച് വേറൊരു വലിയൊരു
പരദൂഷണം അങ്ങനെ പറയാം, അങ്ങനെ തന്നെ ഞാൻ പറയുള്ളൂ. അൻസിബ സ്റ്റേജിൽ കയറി പറഞ്ഞു അമ്മയുടെ, ഞാൻ തുറന്നു പറയാം എന്നെ, പ്രിയങ്ക ചേച്ചി എന്നെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞു. ഞാൻ അത് പറയണമല്ലോ, ഇനി പറയാതിരുന്നിട്ട് കാര്യമില്ലല്ലോ, ഇതറിയട്ടെ എല്ലാവരും. കാരണം ഞാൻ എന്താണ് ഭീഷണിപ്പെടുത്തിയതെന്ന് ഞാനിപ്പോൾ അത് വെളിപ്പെടുത്തി എനിക്ക് പറ്റും, അതുകൊണ്ടാണ് ഞാൻ പറയണത്. എന്തായാലും ഇരിക്കുക, ഇതും കൂടെ അങ്ങോട്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ശിവന്റെ അമ്പലത്തിൽ ഞാൻ അവരവിടെ പരസ്യം കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ എന്നോട് അമ്പലത്തിൽ നിന്നാണ് വിളിച്ചു ചോദിച്ചത്, പ്രിയങ്ക അൻസിബ നമ്മുടെ അമ്പലത്തിൽ വന്നിട്ടില്ലേ? പ്രിയങ്കയല്ലേ അമ്പലത്തിൽ കൊണ്ടുവന്നു? അതെ. ഉത്സവത്തിന് എല്ലാവരും കൊണ്ടുവരും ആർട്ടിസ്റ്റിനെ, ജാതി മതം ഒന്നുമില്ല. ഈവൻ അന്ന് തൊട്ട് ഞാൻ ആ വാദിച്ചിട്ടുണ്ട്, ഷക്കില് വരെ അമ്പലത്തിൽ വന്നിട്ടുള്ള ആളാ ഞാൻ പറഞ്ഞ, എല്ലാവരും ആ ശിവന്റെ അമ്പലത്തിൽ വരാറുണ്ട്. എന്റെ നേരെ എനിക്ക് അത്ര അടുപ്പമുണ്ട് അമ്പലമായിട്ട്. ഞാൻ ചോദിച്ചു, അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, അൻസിബ പറഞ്ഞു, ചേച്ചി എന്നെ ഭീഷണിപ്പെടുത്തി. എന്താണ് ഞാൻ ചോദിച്ചതെന്നറിയോ? ഞാൻ ചോദിച്ചു, അൻസിബ നമ്മുടെ അസോസിയേഷന് ലേഡീസ് ഇരിക്കുമ്പോ ഒരുപാട് പൈസ ക്യാൻവാസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ലാലേട്ടൻ മമ്മൂക്കൊക്കെ ഇരിക്കുന്ന പറഞ്ഞാൽ ഇന്ത്യ പൈസയാണ്, ഇവരിതിങ്ങനെ സംഘടിപ്പിക്കുകയാണല്ലോ, അവർക്കൊരു വാല്യൂ. അതെ, 75 ലക്ഷം രൂപ ശ്വേത അമ്പലത്തിൽ നിന്ന് തരാന്ന് പറയുമ്പോ എന്താണ് അൻസിബ അത് മേടിക്കണ്ടെന്ന് പറയാനുള്ള കാര്യം എന്താ? അൻസിബ അമ്പലത്തിൽ വന്ന് പൈസയും വാങ്ങി പോയിട്ടുള്ളത് ഞാൻ ചോദിച്ചത്. അത് ചോദിച്ചത് എങ്ങനെ ഭീഷണിയാകും, എന്തുകൊണ്ട് അത് പറഞ്ഞു എടുത്തു കഴിക്കാൻ അൻസിബ എന്നോട് ചോദിച്ചതാണ്. ചേച്ചി എങ്ങനെ അറിഞ്ഞു? ഞങ്ങൾ ഗ്രൂപ്പിൽ പറഞ്ഞതാണ്, ഞങ്ങളുടെ അസോസിയേഷന്റെ ഇതിൽ മാത്രം പറഞ്ഞു. ചേച്ചി എങ്ങനെ അറിഞ്ഞു? അപ്പൊ ഇത് സുതാര്യമല്ല, ഇതിനകത്തുള്ള ആൾക്കാർ പലതും പുറത്തു പറയണമെന്നോ? എൻ്റെ അടുത്ത് അതിനകത്തുള്ള ആളല്ല പറഞ്ഞു, അമ്പല കമ്മിറ്റി എന്നാണ് എന്നെ വിളിച്ചു ചോദിച്ചത്. എന്തുകൊണ്ടാണ് ഈ കുട്ടി ഇവിടെ വന്നതല്ലേ? റസൂൽ പൂക്കുട്ടിയും അൻസിബയും കൂടി അന്ന് വന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇവർ രണ്ടുപേരായിരുന്നു അന്ന് ഗസ്റ്റ്. ഈ ഗസ്റ്റ് ശ്വേത മേനോനെ ഗസ്റ്റായിട്ട് കൊണ്ടുപോകുന്നത് ഞാനാ, അവിടെ പരിചയപ്പെടുത്തുന്നത് ഞാൻ തന്നെയാണ്. ശ്വേത വന്നു, മാന്യമായിട്ട് വന്നു പോകുന്നു, നല്ല അമ്പലമായിട്ട് നല്ല ബന്ധമുണ്ട്, പിന്നെയും പിന്നെയും വന്നെന്ന് തോന്നുന്നു, അങ്ങനെ വന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ വന്ന ഒരു ചോദ്യം ചോദിച്ച് ഞാൻ ചോദിച്ചു, ശരി ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞു. അതിൻ്റെ തൊട്ട് പിന്നത്തെ 2-3 മാസം അങ്ങോട്ട് കഴിയുമ്പോഴാണ് അൻസിബയുടെ അനിയന്റെ കല്യാണം. എന്തിനു എന്നെ വിളിച്ചു? ഞാൻ പോയല്ലോ. അപ്പൊ ഭീഷണിപ്പെടുത്തിയ ഒരാളായാലും വിളിക്കുവോ? എൻ്റെ ചോദ്യത്തിന്റെ മറുപടി ഒന്ന് പറ. അങ്ങനെ ഭീഷണിപ്പെടുത്തി വിളിക്കുവോ? ആ കുട്ടി തന്നെ എൻ്റെ വാട്സപ്പിലേക്ക് അനിയന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ഇട്ട് തന്നത്, താങ്ക്സ് അയച്ചത് അൻസിബ. എനിക്ക് അൻസിബോട് ഒരു പിണക്കവും ഇല്ല. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് വേറെ രീതിയിൽ കുറേ എന്നോട് ചോദിച്ചു, അതിനുള്ള മറുപടിയാണിത്. എങ്ങനെയാണ് ഞാനത് അറിഞ്ഞത്? എനിക്ക് അമ്പലത്തിൽ നിന്ന് കിട്ടിയ വിവരമാണ്. ചേച്ചി അങ്ങനെ ചോദിക്കുമ്പോ അമ്പലക്കാരെങ്ങനെ, ഇവര് ഈ പറഞ്ഞ പോലെ ഈ ഗ്രൂപ്പിൽ നടന്ന സുതാര്യമായ ഒരു വിഷയം അമ്പല കമ്മിറ്റിക്കാരെങ്ങനെ അറിഞ്ഞു? എങ്ങനെയാണ് ലക്ഷ്മിപ്രിയയുടെ വോയിസ് പുറത്തു പോയത്? അതെ, അതൊക്കെയാണ് ചോദ്യം. അപ്പൊ നമുക്കറിയില്ല ഇതിനകത്ത് ആരാണ്, നമുക്ക് എങ്ങനെ ഞാൻ പറഞ്ഞു, ഇന്ന് സോഷ്യൽ മീഡിയ ഇത്രയും വളർന്ന സമയമാണ്. ആ ഒരു വോയിസ് പോയത് കണ്ടുപിടിക്കാമെങ്കിൽ അമ്പല കമ്മിറ്റിയിലേക്ക് വോയിസ് പോയത് ആരെ പറഞ്ഞിടത്തൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും കണ്ടുപിടിക്കാൻ പറ്റും. അത് കണ്ടുപിടിച്ചില്ലല്ലോ, അതിന്റെ പുറകെ ആരും പോയില്ല. എന്താ പോവാഞ്ഞ്? ഈ ലക്ഷ്മിപ്രിയ പറഞ്ഞ വോയിസ് ആരായിട്ട് എന്നുള്ളത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞല്ലോ കണ്ടുപിടിക്കണമെന്ന്. ആര് കേൾക്കാൻ കേട്ടില്ല. ഇപ്പോ അൻസിബ പറഞ്ഞ, എനിക്ക് അമ്പലത്തിൽ നിന്നാണ് എന്നെ വിളിച്ച് ചോദിച്ചത്, എനിക്ക് കമ്മിറ്റിക്കാരും പറഞ്ഞിട്ടില്ല. അമ്പലത്തിൽ നിന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ അൻസിബയെ വിളിച്ച് ചോദിച്ചത്, അല്ലാതെ എനിക്ക് അൻസിബയോട് ഒരു കണക്കൊണ്ടായിട്ട് ചോദിച്ചതൊന്നുമല്ല. എന്താ മോളെ ചാരിട്ട് നമ്മുടെ അമ്മമാർക്ക് കിട്ടുന്നല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. ഞങ്ങൾ അപ്പം തന്നെ ആ കുട്ടി മുകളിൽ സ്റ്റേജിൽ വന്നു, ചേച്ചി പോട്ടെ ചേച്ചി ഞങ്ങൾ തമ്മിൽ അന്ന് അമ്മയുടെ സ്റ്റേജിൽ വന്ന് അൻസിബ ഓടി വന്ന്, ഞാൻ അപ്പം തന്നെ അവൾ ഓടി വന്നു ചിരിച്ചിട്ട് കെട്ടിപ്പിടിച്ച്. എനിക്ക് പിണക്കമൊന്നുമില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് അൻസിബയോട് എന്ത് പിണക്കം? ഞാനത് അവിടെ തീർത്തു. എനിക്കിപ്പോൾ അവളെ ഒരു ഇതുമില്ല. പിന്നെ ഞാൻ പറഞ്ഞത് എന്താ, ടീനയുടെ കാര്യമാണ്. ഒരു തെളിവ് ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. എന്താണ് പറഞ്ഞെന്നുള്ളത് അതെല്ലാവരും ചോദിക്കുന്നതിൻ്റെ അല്ലേ ഞാൻ ചോദിച്ചോളൂ. എന്നോട് ഒന്നും ചെയ്ത് എന്നോട് ഇപ്പം എങ്ങനെ ഒരാൾ പെരുമാറുന്നു ഞാൻ അതാ നോക്കാറ്. മറ്റുള്ളവരോട് പെരുമാറുന്നവർ അവര് നോക്കിക്കൊള്ളാം. അതെ, ഈ അൻസിബ ഹസന് സംസാരിക്കാൻ ഒരു വേദി ആരും നൽകിയില്ല. പിന്നെ കുറെ പേരോട് റിക്വസ്റ്റ് ചെയ്തതിന് ഉച്ചയ്ക്ക് ശേഷമാണ് അതും ഒരു അരമണിക്കൂർ എനിക്ക്. അപ്പൊ അൻസിബ സംസാരിച്ച സമയത്ത് എല്ലാരും സൈലന്റ് ആയിരുന്നു എന്ന് ഇങ്ങനെ മാലാപാർവതി ചേച്ചി പറഞ്ഞു. എല്ലാവരും മിണ്ടാതെ ഇരുന്നു, ആർക്കും ഒന്നും പറയാനുണ്ടായിരുന്നില്ല. സത്യാവസ്ഥ വേറെയാണ് അതിനകത്ത്. അതെ, അത് ലക്ഷ്മിപ്രിയ ചേച്ചി പറയുന്നത് ഞാൻ കേട്ടു. സത്യം എന്താണെന്നറിയോ, ഈ അൻസിബ സംസാരിക്കാൻ കയറിയപ്പോ ശ്വേതാമേനടക്കം എല്ലാവരും പുറത്തു പോയായിരുന്നു. അവരൊക്കെ വെളിയിലുണ്ടായിരുന്നത്. അത് CCTV കിട്ടിയാൽ അറിയാൻ പറ്റും. കാരണം അൻസിബ സംസാരിക്കുന്ന കണ്ടിട്ട് പോയതല്ല. അതിനു മുമ്പ് ഈ പ്രശ്നങ്ങൾക്ക് എന്തോ സംസാരിക്കാൻ വേണ്ടി എല്ലാവരും കൂടി ഡിസ്കഷൻ ആയിട്ട് പുറത്തേക്ക് പോയി, അവിടെ സംസാരിക്കാന്നും പറഞ്ഞ്. തിരിച്ചു വന്നപ്പോൾ ഏകദേശം അൻസിബയുടെ സംസാരം തീർന്നായിരുന്നു. അങ്ങനെ ഒരു വിഷയം ഉണ്ടായി. എല്ലാവരും പുറത്തായിരുന്നു. അപ്പൊ ഇതൊന്നും ആരും കേട്ടുമില്ല. അങ്ങനെ ഒരു വിഷയമാണ്. കേട്ടിട്ട് പറഞ്ഞിട്ടല്ല ഞാൻ പറയണേ, ഉണ്ടായ സംഭവം അതാ. എനിക്കറിയാതെ ഞാൻ കണ്ടോണ്ട് നിൽക്കും. അത് ഞാൻ ഓർക്കും ചെയ്തു, അൻസിബ സംസാരിച്ചപ്പോ ശ്വേതയും ഇവരും ആരും ഇല്ലല്ലോ. ഞാൻ ചിന്തിച്ചതാണത്. ഇവരൊക്കെ പുറത്തായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അമ്മയില് അൻസിബ സംസാരിക്കുന്ന കുറെ പോയിന്റ്സ് ശരിയായിരിക്കാം, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. ശ്വേത സംസാരിക്കുന്നതും ശരിയായിരിക്കാം. ഇതിനകത്ത് വന്നിരിക്കുന്ന മെയിൻ പ്രശ്നങ്ങൾ കണക്ക് ട്രഷർ
ട്രഷർ ഇല്ല, ട്രഷർ ഒപ്പിട്ടിട്ടില്ല, ഇതൊക്കെ വലിയ ബാധിച്ചിട്ടുണ്ട്. അതെ. ഇതിനകത്ത് ഈ ഇരിക്കുന്ന അംഗങ്ങളിൽ ആരും പ്രതികരിക്കാതിരുന്നത് അവർക്ക് പ്രതികരിക്കാൻ അറിയാത്തോണ്ടല്ല, സങ്കടം കൊണ്ടാ, വേദന. എന്തു പറയും, ആരെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്? ഇത്രയും ചെയ്ത് സ്വയതയാണെങ്കിൽ ഈ മരുന്നും മേടിച്ച് ഇതിൽ നിൽക്കുന്ന അവര് ഇത്രയും ദൂരേന്ന് ഓരോ സ്ഥലത്തുനിന്നും വന്ന് നിൽക്കുന്ന ആൾക്കാർ ഇത് കണ്ട് എന്താ കൈയടിക്കണോ എന്താ ചെയ്യണ്ടേ എന്നറിയാൻ പറ്റാത്ത ഒരു 10-200 പേര് അതിനകത്തുണ്ട്, എനിക്കറിയാം. ഞാൻ ചോദിച്ചപ്പോൾ എന്ത് ചെയ്യും പ്രിയങ്ക, എന്താ ഞങ്ങൾ ചെയ്യണ്ടേ എന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. എന്താ ചെയ്യാ? അതുകൊണ്ടാണ് പ്രതികരിക്കാത്തത്. ചാടിക്കേറി കൈ പിടിച്ച് ബഹളം കൂട്ടി കുറെ പേര് അവിടെ ഉണ്ടായിരുന്നു, ഒച്ചപ്പാട് എടുത്ത് സ്ത്രീജനങ്ങൾ ഉണ്ടായിരുന്നു ബഹളം വെച്ച്. ആ ഇരിക്കുന്ന ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെങ്കിലും ഒരു മാന്യത കൊടുക്കണം, കാരണം അദ്ദേഹം കണ്ടോണ്ടിരിക്കണത്. അതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് ചേച്ചി പറയുന്നത്. ലാലേട്ടനെ പോലുള്ള ഒരു വലിയ നടൻ അവിടെ ഇരുന്നിട്ടും റെസ്പെക്ട് കൊടുക്കേണ്ട രീതിയിൽ അല്ല, റെസ്പെക്ട് അല്ല, ഇവര് ബഹളം ഉണ്ടാക്കുക. ഞാൻ പറയട്ടെ, ഇപ്പം ഒരാള് കുറ്റം ആരോപിച്ച് അയാൾ തെറ്റാണ് ചെയ്തെങ്കിൽ മാന്യമായിട്ട് പറഞ്ഞ് എന്താണ് ജനബോഡി സൊല്യൂഷൻ വേണ്ടത്? അവരെ മാറ്റി നിർത്തണോ, 1 മാസത്തേക്ക് ഇതാക്കണോ, അതെ സസ്പെൻഡ് ചെയ്യണോ, എന്താ വേണ്ടത് നിങ്ങൾ പറയൂ. അവര് പറയാ ഒരിക്കലും പറയില്ല, അവരെ അങ്ങ് പുറത്താക്കുന്നു പറയില്ല. പുറത്താക്കിയാൽ എല്ലാരും അതിന് മാത്രം ബഹളം വെച്ചു. പിന്നെ രാജിവെച്ച് ഇറങ്ങിപ്പോയി, അംഗത്വം രാജിവെച്ച് പോയി, എന്നെ സപ്പോർട്ടൊന്നും ചെയ്യാതെ അങ്ങനെ നിന്നു. അപ്പോ ഈ പറഞ്ഞ പോലെ തെറ്റുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് തിരുത്താൻ തയ്യാറായിട്ടില്ല ആരും. തിരുത്താനുള്ള ചാൻസും ഇല്ല എന്നുള്ളതാണ്. എല്ലാരും പറയുമ്പോ കമ്പയർ ചെയ്യുന്നത് ഇതിനു മുന്നേ ഉണ്ടായിരുന്ന ഇടവേള ബാബു ചേട്ടൻ, സിദ്ദീഖ്, അതുപോലെ ലാലേട്ടനും ഒക്കെ ഉണ്ടായിരുന്ന ആ ഭാരവാഹി അംഗത്തെ കുറിച്ചാണ് എല്ലാരും കമ്പയർ ചെയ്യുന്നത്. അല്ല, ആ സമയത്ത് ഞാൻ പറയട്ടെ, ബാബുരാജ ആണെങ്കിലും ഇടവേള ബാബുചേട്ടനാണെങ്കിലും സിദ്ദിഖാണെങ്കിലും ഇരുന്ന സമയം കൊണ്ട് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം അവർ ചെയ്തിട്ടുണ്ട്. ബാബുരാജ ഒത്തിരി എഫർട്ട് എടുത്തിട്ടുണ്ട് ഓരോ പ്രോഗ്രാമിനും. മുമ്പിരുന്നവര് ബാബുചേട്ടൻ എന്തോരം എടുത്തിട്ടുണ്ട്, ഇടവേള ബാബുചേട്ടൻ എന്നോട്ടിരിക്കണതാ. അത് കണക്ക് കാര്യങ്ങളൊക്കെ കറക്റ്റ് പക്കയായിട്ട് ചെയ്ത ഒരാളാണ്. നമ്മൾ അവരൊന്നും കുറ്റമല്ല പറയണത്. ഈ വന്ന ആൾക്കാര് മാറ്റങ്ങൾ വേണ്ട എപ്പോഴും. എന്താണ് കുറച്ച് മാറ്റം വരുന്നത്, അത് ചെയ്യാൻ പറ്റുമോ നോക്കുക, എന്നിട്ട് എല്ലാരും കൂടെ കൂടി ചേർന്ന് മുന്നോട്ട് കൊണ്ടുപോവാ, അതല്ലേ വേണ്ടത്. പക്ഷെ ചേച്ചി, ഈ കണക്കിന്റെ കേസിൽ ഇപ്പൊ ചേച്ചി പറഞ്ഞു അവരുണ്ടായിരുന്ന സമയത്ത് എല്ലാം പക്കയായിരുന്നു. പക്ഷെ അവിടെ ശ്വേത ചേച്ചി തന്നെ പറയുന്നുണ്ട് അവരിന്ന് കിട്ടിയതാണ് നമുക്ക് പക്കയല്ലായിരുന്നത്, നമുക്ക് അത് സോൾവ് ചെയ്യാനായിരുന്നു സമയം വേണ്ടി വന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അതിലൊരു ക്ലാരിറ്റി. അത് ഞാൻ പറയാം. ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന കണക്കിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഒരു പ്രശ്നം ഇതിനകത്ത് എന്താ, ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും എടുത്തിട്ടാണ് അടുത്ത ആൾക്കാര് പുതിയതായിട്ട് തുടങ്ങുന്നത്. ഇത് ഞാൻ പഠിച്ച ആളല്ലേ, ഞാൻ ആ സെക്രട്ടറി ആയിട്ട് ഇരുന്നുള്ള വിവരം പറയാം. ഇത് തൊട്ടിട്ടാണ് വീണ്ടും അടുത്ത സെക്ഷനിലേക്ക് പോവുക. അപ്പൊ ഇവര് നോക്കുമ്പോ ക്ലോസിംഗ് ബാലൻസ് വന്നപ്പോ എന്തൊക്കെയോ മിസ്റ്റേക്സ് കണ്ടു. ആ മിസ്റ്റേക്സ് കണ്ടത് ഇവിടെ സംസാരിച്ചപ്പോ എന്ത് പറഞ്ഞു, നമുക്ക് വേണേ അതെന്തോ വേറെന്തോ ഒരു വാക്ക് ഉപയോഗിച്ചു, വേണമെങ്കിൽ ഒന്നും കൂടെ ഓഡിറ്റ് ചെയ്യാം, എന്തോ ഒരു പേര് പറഞ്ഞു, അങ്ങനെ ഓഡിറ്റ് ചെയ്യാം. അപ്പൊ എല്ലാരും സമ്മതിച്ചു ചെയ്യാന്ന്. ചെയ്തു നോക്കണേ. ഇത് ജനബോഡി കൈയടിച്ച് പാസ്സാക്കി അന്ന് പാസ്സാക്കി. അന്ന് എന്തുകൊണ്ട് ചോദിച്ചില്ല എന്ന് പറഞ്ഞാ അതിന് ഉത്തരവില്ല. അന്ന് എല്ലാരും കൂടെ യൂണിറ്റി ആണല്ലോ, എല്ലാരും കൂടെ പാസ്സാക്കി. ചിലരൊന്നും നോക്കിയില്ല, ചിലർ നോക്കിയൊരു ഉത്തരങ്ങൾ ചോദിച്ചു, ഇതെന്താണ് ഇങ്ങനെയെന്ന് ചോദിച്ചു, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഈ തവണ വന്നപ്പോ എന്തായി, ഇതൊന്നും കൂടെ എല്ലാം ഒന്ന് ചെയ്താൽ കറക്റ്റ് ആവൂലേ എന്ന് ശ്വേത ചോദിച്ചു. അത് ചോദിച്ചത് കറക്റ്റാ. അപ്പോഴാണ് നിങ്ങളുടെ കണക്ക് എങ്ങനെയുണ്ട് അത് കാണിക്കൂ, നിങ്ങൾ നിങ്ങളുടെ കണക്ക്. അപ്പം ശ്വേത ആ കാലയളവ് ചെയ്ത കണക്കിന്റെ എല്ലാ സപ്പോർട്ട് ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയോ 1-2 മിസ്റ്റേക്ക് ഉണ്ടായില്ലേ. ഏറ്റവും വലിയ പ്രശ്നം എന്താണ്, അതിനകത്തോട്ട് പോകേണ്ട കാര്യമില്ല, മിസ്റ്റേക്ക് ചോദിക്കേണ്ട കാര്യമില്ല, ട്രഷർ ഒപ്പിട്ടിട്ടില്ല, അതാണ് പ്രശ്നം. അപ്പൊ ഈ ജനബോഡി വെക്കരുതായിരുന്നു, നേരത്തെ പറഞ്ഞ പോലെ ഒരു 3 മാസം കഴിഞ്ഞിട്ട് വെച്ചാൽ മതിയായിരുന്നു. ഇനി ട്രഷർ ഇല്ലേ, ജനബോഡി ഇപ്പൊ പാസ്സാക്കായിരുന്നു, പകരം ആര് വരും, തൽക്കാലം ഇതൊക്കെ ഒന്ന് നോക്കാൻ ചെയ്യിക്കായിരുന്നു. പക്ഷെ ചേച്ചി ചിന്തിക്കുന്ന പോലെ പലരും ഇപ്പൊ ബാബുരാജേട്ടനൊക്കെ ബൈറ്റ് കൊടുത്ത സമയത്ത് ശ്വേത ചേച്ചിക്ക് എതിരെയാ പറഞ്ഞത്. ഈ പറഞ്ഞ പോലെ ചേച്ചിക്ക് ശ്വേത ചേച്ചിക്ക് ഒരു സമയം കൊടുക്കായിരുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുക്കായിരുന്നു എന്നുള്ളത് പലരും അവിടെ ചിന്തിക്കുന്നില്ലല്ലോ. കുറെ പേര് ചിന്തിച്ചിട്ടുണ്ടല്ലോ, പറയാതിരുന്നതാ. കുറെ പേര് ചിന്തിച്ചു. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, എന്താ പറയണ, അമ്മയ്ക്കകത്തുള്ള ഒരു സംഘടനയ്ക്കകത്തുള്ള വിഷയങ്ങള് ചിന്തിക്കാതെ എങ്ങനെ എന്ന് വെച്ചാൽ അവരെ 5 കൊല്ലോ 3 കൊല്ലോ ഇരുത്താനല്ല നമ്മൾ പറഞ്ഞത്. ഇവര് പോകുന്ന ഇപ്പൊ ഇനി അടുത്ത എന്തായാലും ഒരു ജനബോഡി വെക്കണം, ആ സമയം വരെ അവർക്കൊരു പീരീഡ് കൊടുക്കുക, എന്നിട്ട് അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് അവർ പോയിക്കോട്ടെ, വേറെ ആൾ കയറിക്കോട്ടെ. ശ്വേതയ്ക്ക് അവിടെ തന്നെ നിക്കണം എന്നുള്ള ശ്വേത പറഞ്ഞിട്ടുമില്ല. എനിക്ക് കറക്റ്റായി കാര്യങ്ങൾ തീർക്കാനുള്ള സമയം തരണം എന്നാ പറഞ്ഞേ. അത് ശ്വേത പറഞ്ഞായിരുന്നല്ലോ, കൊടുത്തില്ല. അങ്ങനെയൊക്കെ ചെയ്യാ. ഞാൻ പറഞ്ഞ എന്റെ ഒരു ഇതാ, അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മള് സംഘടന പൊളിക്കാനല്ലല്ലോ നോക്കണ്ടേ, നന്നാക്കി കൊണ്ടുപോകാൻ നോക്കണ്ടേ, യോജിപ്പിച്ച് കൊണ്ടുപോകും. ചേച്ചിക്ക് അവിടെ സംസാരിക്കാൻ എന്തെങ്കിലും അവസരം കിട്ടിയിരുന്നു? ചേച്ചി സംസാരിച്ചായിരുന്നു? സംസാരിച്ചു. എന്നെ സംസാരിക്കാൻ സമ്മതിച്ചേ ഇല്ല, തന്നൂല്ല, സംസാരിച്ചില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ സംസാരിക്കാൻ കയറിയത് അൻസിബ പറഞ്ഞപ്പോ ഞാൻ കയറി.
അപ്പോഴത്തേനും ഒരുവിധം എല്ലാവരും പോയിട്ടുണ്ട്. രാജിവെപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ കയറിയത്. അപ്പൊ അൻസിബ ചോദിച്ചതിന്റെ മറുപടി, അൻസിബ ഇതിന് മറുപടി പറയണം. ഞാൻ എപ്പോഴാണ് ഭീഷണിപ്പെടുത്തിയത്? പ്രിയങ്ക ചേച്ചി ഭീഷണിപ്പെടുത്തി, ആ കാര്യം ചോദിക്കാൻ ഞാൻ കയറി. അപ്പൊ തന്നെ അവൾ ഓടി വന്നു, മൈക്കിന്റെ അടുത്ത് വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു, പോട്ടെ ചേച്ചി സാരമില്ല. അവിടെ തീർന്നു. ഞാൻ പിന്നെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരു സ്ഥലത്ത് ഞാൻ സംസാരിച്ചിട്ടില്ല. എന്നെ ഇഷ്ടം പോലെ ഇന്റർവ്യൂവിന് വിളിക്കുന്നുണ്ട്, ന്യൂസ് ചാനൽ വിളിക്കുന്നുണ്ട്, ഞാൻ കൊടുക്കാറില്ലല്ലോ. എനിക്ക് ആവശ്യം തോന്നിയില്ല. കാരണം അമ്മയ്ക്കകത്തുള്ള അംഗങ്ങളെ കുറിച്ചായിരിക്കും നമ്മൾ ഓരോന്നും സംസാരിക്കുക. അത് പല രീതിയിൽ പുറത്തു വരും. എനിക്ക് താല്പര്യമില്ല. അപ്പോഴാണ് സലീമേട്ടന്റെ വിഷയം വന്നത്. അത് അതിലങ്ങ് കയറിപ്പോയി. അത് 1 മില്യൺ കൊണ്ട് അങ്ങനെ അങ്ങ് പോയി. അപ്പൊ പിന്നെ എന്റെ കാര്യം അതിലങ്ങ് തീർന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഇനി വരട്ടെ, വരുമ്പോ നമുക്ക് നോക്കാലോ മുന്നോട്ട്. എന്തായാലും ലാലേട്ടൻ ഒരു വാക്ക് പറഞ്ഞു, അമ്മ അങ്ങനെ തകർത്ത് കളയാന്ന് ആരും വിചാരിക്കണ്ട പറഞ്ഞു. അമ്മ ഒരിക്കലും തളരില്ല, അത് മതി. ആ ഒരു ധൈര്യം ഞങ്ങൾക്ക് ഉണ്ട്. ഞങ്ങളുടെ ലാലേട്ടനല്ല, ആ വാക്കിൽ അദ്ദേഹത്തിന്റെ വിഷമവും കൂടി ഉണ്ട്. അപ്പൊ അങ്ങനെ അമ്മ തീരുന്ന് വിചാരിക്കണ്ട. ആ ലാലേട്ടൻ അന്ന് ഉറപ്പ് മതിയെന്നേ. നമ്മളൊക്കെ അതിന്റെ ധൈര്യത്തിൽ തന്നെ ഇരിക്കണത്. ലാലേട്ടനും മമ്മൂക്കിയൊന്നും ഇല്ലാത്തൊരു അമ്മ ഇല്ല എന്റെ മനസ്സിലതാ. ചിന്തിക്കാനേ കഴിയില്ല. കാരണം അവരാണ് അമ്മ എന്ന് പറഞ്ഞൊരു തലപ്പത്തിരിക്കുന്നത്. അവരിനിയും തലപ്പത്ത് വരെയോ ഒക്കെ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയാലും അമ്മ നന്നായിട്ട് പോകും. ബാക്കി കരുത്ത് കൊടുക്കാനും ശക്തി ഇഷ്ടം പോലെ ആൾക്കാർ നമ്മുടെ കയ്യിലുണ്ട്, എന്തിനും തയ്യാറായ. ബാബുരാജാണിയിലൊക്കെ ഞാൻ ബാബുരാജനൊന്നും ഇന്ന് വരെ ആരും കുറ്റം പറഞ്ഞിട്ടില്ലല്ലോ, ഒന്നും പറഞ്ഞിട്ടില്ല. അവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ പൊന്നമ്മ ബാബു, പൊന്നമ്മ ചേച്ചി, ഞാനും പൊന്നമ്മ ചേച്ചിയൊക്കെ ഭയങ്കര ഒരു ഇതാണ് ഞങ്ങൾ തമ്മിൽ. കോമ്പോ എന്നൊക്കെ പറഞ്ഞ പോലെ എന്തുണ്ടെങ്കിലും വിളിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. അങ്ങനെ പറയരുതട്ടോ, ഇങ്ങനെ പറയില്ലട്ടോ, അവിടെ പറയുമ്പോ ഇങ്ങനെയാവട്ടോ, ഇങ്ങനെ ഞങ്ങൾ പറയും. കാരണം അറിവില്ലാതെ നമ്മുടെ വായിന്ന് ചാടി പോകരുത്. അതായിരിക്കും പിന്നെ വിഷയം വരിക. അപ്പൊ പൊന്നം ചേച്ചി പറയാത്ത കാര്യം വരും. അപ്പൊ എന്നോട് എന്താ പ്രിയ ഞാൻ പറഞ്ഞില്ല അങ്ങനെ. അപ്പൊ ഞാൻ എന്തെങ്കിലും ചേച്ചി സംസാരിച്ച് ഞാൻ ചേച്ചിയുടെ മുഖത്തേക്ക് ഞാൻ പറയാറുണ്ട് വേണ്ട. കാരണം ഞങ്ങളൊക്കെ സംസാരിക്കും ഇത്തിരി സൗണ്ട് ഷൗട്ടിങ് പോലെയൊക്കെ സംസാരം. ചേച്ചിക്കൊക്കെ പെട്ടെന്ന് ബീപ്പ് ഒത്തിരി സംസാരിക്കും. അപ്പൊ അത് നെഗറ്റീവായി തീരും. അതിന്റെ ആവശ്യമില്ലെന്ന് പറയും ഞാൻ. പറയാതെ ചേച്ചി പറയൂ കേട്ടോ, കറക്റ്റ് ആയിട്ട് തന്നെ ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ആർക്കും ദോഷം ചെയ്യാതെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതാണ്. ഈ ടിനി ആണെങ്കിലും അൻസിബി ആണെങ്കിലും ഒന്ന് സംസാരിച്ച തീർക്കേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളത് പൊന്ന ചേച്ചി എപ്പോഴും പറയും. ചേച്ചി, നമ്മളിപ്പോ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് പെർട്ടിക്കുലർ ആയിട്ട് ഒരു സംഘടനയിൽ നടക്കുന്ന ഇഷ്യൂകളെ പറ്റിയും അവിടെ നടന്ന ചർച്ചകളെ പറ്റിയിട്ടൊക്കെയാണ്. അപ്പൊ ഞാൻ ചേച്ചിയുടെ അടുത്ത് കുറച്ച് പോയിന്റ്സുകൾ ചോദിക്കാൻ ഒന്ന് ഡിസ്കസ് ചെയ്യാനാണ്. അതായത് ഇത് ഞാൻ പറയുന്ന പോയിന്റ്സ് എല്ലാ സംഘടനയിലും എല്ലായിടത്തും അസോസിയേഷൻസിലൊക്കെ നടക്കുന്ന പ്രശ്നങ്ങളാണ്. പക്ഷെ അത് അമ്മ സംഘടനയെ എങ്ങനെ എഫക്ട് ചെയ്തു എന്ന് ചേച്ചിക്ക് തോന്നി എന്നുള്ളതൊന്നും അറിയാൻ. ഇതൊക്കെ ചോദിക്കുന്നതുള്ള എനിക്ക് അതിന് മാത്രം വിവരമുള്ള ആളും. എന്നാലും ചേച്ചി ആദ്യം അമ്മയുടെ സംഘടനയിൽ ആദ്യം മുതലേ ഉള്ള അംഗമാണ് ആണെങ്കിൽ പോലും എനിക്ക് അതിന് മാത്രം അറിവുണ്ടോ എന്നുള്ളത് ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ചോദിച്ചോ എന്തായാലും. ആശയക്കുഴപ്പം, അതായത് എത്രത്തോളം ആശയക്കുഴപ്പം അമ്മ സംഘടനയിൽ ഉണ്ടായി എന്നാണ് ചേച്ചി വിശ്വസിക്കുന്നത്? ഒരു 99% ആശയക്കുഴപ്പം ഉണ്ടായി. അതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം എന്ന് തോന്നുന്നത്. ഓക്കെ, മാധ്യമ വിലക്ക്. മാധ്യമങ്ങളെ വിലക്കേണ്ട കാര്യമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. മാധ്യമങ്ങൾ അറിയണം, വിലക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എല്ലാ സംഭവങ്ങളും പുറത്തു കൊണ്ടുവരുന്നത് മാധ്യമങ്ങളാണ്. നല്ലതായാലും ചീത്തയായാലും ഒക്കെ അത് പേടിച്ച് അത് വിലക്കേണ്ട കാര്യമൊന്നുമില്ല. മാധ്യമങ്ങൾക്ക് വിലക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. സെലിബ്രിറ്റീസ് ആയതുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് തോന്നുന്നുണ്ടോ ചേച്ചിക്ക്? അങ്ങനെയില്ല. ഞാൻ പറഞ്ഞ മാധ്യമങ്ങൾ പറയേണ്ട കാര്യങ്ങൾ പറയുക. ഇപ്പൊ നമ്മൾ ഈ പറയാത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് ഇത് വലിയ ഇഷ്യൂ. അതാണ് മാധ്യമങ്ങൾക്ക് എന്താണ് കുറെ ഇഷ്യൂസ് ഉണ്ടാക്കി കുറച്ച് റേറ്റിംഗ് കൂട്ടി കൊണ്ടുപോകണമെന്നാണ് അവരുടെ ജോലി. അതല്ലേ അവരുടെ ജോലി. അതാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സംസാരിക്കുമ്പോൾ നമ്മളേതായ കുറച്ച് പിടിച്ച് സംസാരിച്ച് നമുക്ക് ഒരാൾക്ക് ദോഷം വരാത്ത രീതിയിൽ പോയാൽ കൊള്ളാം. അല്ല മാധ്യമങ്ങളെ വിലക്കണം എന്നൊന്നും ഞാൻ പറയില്ല. അപക്വമായ ഇടപെടൽ, ഇമ്മച്ചുവേർഡ് ആയിട്ടുള്ള, അവിടെ അങ്ങനെ മെച്ചുവേർഡ് അല്ല എന്നാ നല്ല മെച്ചുവേർഡ് ഉള്ള ആൾക്കാർ എന്നെ ഇടപെട്ടേക്കണത്. അതിനകത്തൊന്നുമില്ല. ഒരാളും മെച്ചുവേർഡ് അല്ലാതെ ഒന്നും ഇടപെട്ടില്ല. ഒക്കെ നല്ല തലയുള്ള ആൾക്കാരാ. ഇമ്മച്ചുവേർഡ് ആയിട്ടുള്ള രീതിയിൽ ഒരു കമന്റ്സും അവിടെ പാസ്സായി? അവിടെ ഇല്ല. എല്ലാം മെച്ചുവേർഡ് ആയിട്ട് തന്നെ പാസ്സാക്കിയതാണോ അതെ മെച്ചുവേർഡുള്ള ആൾക്കാരാണോ എന്ന്? അവിടെ ഉള്ളതെല്ലാം നല്ല മെച്ചുവേർഡ്. അല്ലാതെ ഈഗോ നല്ല പോലെ ഉണ്ട്. 100% കൊടുത്തു. ഈഗോ തന്നെയാ എല്ലാവർക്കും എന്ന് പറയില്ല. പ്രശ്നം ഒരു 1-2 പേർക്ക് ഈഗോ ഉണ്ടായാൽ മതി, തീർന്നു. സംഘടന എന്നൊക്കെ പറഞ്ഞാൽ ഒരു കൂട്ടായ്മയല്ലേ. അതിനകത്ത് 1-2 ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ ഈഗോസ് ആയി തുടങ്ങും. പിന്നെ അവരിൽ നിന്ന് പൊട്ടിമുളച്ചിട്ടാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഈഗോയൊക്കെ ഉണ്ട്.
നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ആക്ടേഴ്സിനും ആക്ട്രസസിനും എന്തെങ്കിലും അസുഖങ്ങളോ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒക്കെ എല്ലാരും മനുഷ്യന്മാരാണല്ലോ, പ്രശ്നങ്ങൾ വരുന്നുണ്ട്, അതിന് സഹായം ലഭിക്കുന്നുണ്ട്. ഇപ്പൊ ഈ അടുത്ത് എനിക്ക് തോന്നുന്നു സംഘടനയിൽ ഇല്ല, പക്ഷെ നിങ്ങൾ തന്നെ ഒരു സുഹൃത്തും സഹപ്രവർത്തകയുമായ രേണു ചേച്ചിയുടെ ഒരു അസുഖത്തെ പറ്റി പറയുകയുണ്ടായി. അത് ചേച്ചി തന്നെ തുറന്നു പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും എംപത്തൈസ് ചെയ്യാനേ പറ്റുള്ളൂ. ഇപ്പൊ ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് നമുക്ക് ചേച്ചിയോട് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ അവിടെ നിങ്ങളൊക്കെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. മകൻ കാണാൻ വന്നില്ല എന്നൊരു പരിഭവം ചേച്ചി, അത് രേണു ചേച്ചി തന്നെ ഓപ്പണായിട്ട് പറയുകയുണ്ടായി. ചേച്ചി അതിലെന്തെങ്കിലും രേണു ചേച്ചിയായിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഇടപെടുകയോ എന്തെങ്കിലും ചെയ്തോ? ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, രേണു സുധി അങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നപ്പോ സുധി ഞാൻ അഭിനയിച്ചിട്ടുണ്ട് സുധിയുടെ അങ്ങനെ ഒരുപാട് അറിയാം സുധിയെ. അപ്പോ ഈ രേണു സുധി വന്നു കഴിഞ്ഞപ്പോ ഓരോ പ്രോഗ്രാംസും കാര്യങ്ങളും അത് ഇതും ഒക്കെ കാണുമ്പോ ഒരുപാട് വെറുപ്പ് മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നപ്പോ നമ്മളും പറഞ്ഞു, അങ്ങനെ ഒരു ഭർത്താവ് മരിച്ച സ്ത്രീ എന്ന് വെച്ചാൽ ഒതുങ്ങരുത്, പക്ഷെ സമൂഹത്തിനെ കുറച്ച് നോക്കും വേണം. ഒന്ന് കുറച്ച് ഇതാക്കി ചെയ്താൽ ആ കുട്ടിക്ക് തന്നെ സിമ്പതി കിട്ടുക. ജനങ്ങളാണല്ലോ ഇത് കാണുന്നതും കൊടുക്കണതും ഇതൊക്കെ. അവര് സബ്സ്ക്രൈബ് തുടങ്ങിയപ്പോഴും ഞാൻ പറഞ്ഞു, കാരണം വളർന്നു വരുന്ന ഒരു മോനുണ്ട്, രണ്ട് മക്കളാ, കുഞ്ഞ് അത്രയും. ഈ മോന് ഇത്തിരി വലുതായതാ കിച്ചു. അപ്പൊ ആ കുട്ടി ഇത് കാണുമ്പോ ആ കുട്ടിക്ക് മനസ്സിന് വിഷമം ഉണ്ടാവും. അമ്മ സ്വന്തം അമ്മയാണെങ്കിലും കുറച്ച് നാളാണെങ്കിലും അവന് നോക്കിയിട്ടുണ്ട്, അമ്മ തന്നെ. ഞാൻ പറയണേ വളർത്തമ്മയാണെങ്കിലും അമ്മ എന്ന് പറഞ്ഞിട്ട് അവന് എന്തെങ്കിലും മേടിച്ചു കൊടുക്കും, ഒരു നേരം വിട്ടു കൊടുക്കും ഒക്കെ ചെയ്ത അമ്മ തന്നെയാണ് അത് സുധി. രേണു കൊടുത്തിട്ടുണ്ട്. അപ്പൊ കിച്ചു ഈ സുഖമില്ലാന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ ഞാൻ ആദ്യം വിചാരിച്ചത് ചുമ്മാ ഒരുപാട് പേരെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ന്യൂസാണ്, പക്ഷെ റിയൽ ആയിട്ട് അവർക്ക് സുഖമില്ലാന്ന് പറഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമായി. അപ്പൊ അവര് പറഞ്ഞിരുന്നത് എന്താന്ന് വെച്ചാൽ, ഞാൻ ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഞാൻ പൈസ, അതുപോലെ എൻ്റെ ചികിത്സയ്ക്കും ഇതിനൊക്കെ വേണ്ടി പൈസ ഇതൊക്കെ വേണ്ടി ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടു എന്നൊക്കെ ഇവര് പറഞ്ഞപ്പോ ഞാൻ പിന്നെയും ഒരു കാര്യം പറഞ്ഞു. അതും നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. രേണു സുധി ഇപ്പൊ സംബന്ധിച്ച് ഞങ്ങളെല്ലാവരും ജനങ്ങളും, ഇപ്പൊ കേരളക്കരയിലുള്ള എല്ലാ ജനങ്ങളും ഒരു ക്യാൻസർ ബാധിച്ചിരിക്കുന്ന ഒരു ആളാണ് രേണു. അവർക്ക് എന്ത് ചെയ്തു കൊടുക്കാനും നമ്മുടെ കേരള ജനതയ്ക്കും കഴിയും. എവിടെ ആവശ്യപ്പെട്ടാലും ഇത്രയും, കാരണം ഒന്നും ഇല്ലായ്മയിൽ നിന്നും രേണു സുധി എന്നുള്ളൊരു പേരിലേക്ക് എന്തോ ചെയ്തിട്ടാവട്ടെ അല്ലെ, എത്രയോ കാര്യങ്ങൾ ചെയ്തു വന്ന ഒരാളാണ്. അപ്പോ സബ്സ്ക്രൈബ് ചെയ്ത് ഇനി കാശുണ്ടാക്കണ്ട, ഞാൻ പറഞ്ഞ അഭിപ്രായമാണ്. സബ്സ്ക്രൈബ് ചെയ്ത് ഇനി കാശുണ്ടാക്കരുത്. ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ എന്തുണ്ടെങ്കിലും നമുക്കൊക്കെ പറ്റുന്ന രീതിയിൽ ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഹെൽപ്പ് ചെയ്യും, ജനങ്ങൾ സപ്പോർട്ട് ചെയ്യും, എല്ലാവരും പ്രാർത്ഥിക്കും. നമുക്ക് കൂടെ കൊടുക്കാൻ പ്രാർത്ഥന കൊണ്ടൊന്നും നടക്കില്ല എന്ന് പറയുമെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ ഇപ്പൊ എന്താ, അയ്യോ രക്ഷപ്പെട്ട് വരണേന്ന്. പിന്നെ കിച്ചു പറഞ്ഞതില് ഇങ്ങനെ പറഞ്ഞെന്ന് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമാണ്. അതൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ ഒരു നേരം ചോറ് ഉരുട്ടി തരുവോ അല്ലെങ്കിൽ എന്തെങ്കിലും പൈസ തരുവോ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു അമ്മ, ഇനി അവരെങ്ങനെയായിരുന്നു അവരുടെ ബോണ്ടെന്ന് നമുക്കറിയില്ല. ഇത് നമ്മളൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവേ നമുക്കും ഉള്ളൂ. അമ്മയും മോനും എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് എങ്ങനെ അറിയാം? ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായെന്നും അറിയില്ല. പക്ഷെ സംസാരിക്കുമ്പോൾ പൊതുജനങ്ങളുടെ ഇടയിൽ കിച്ചുവിനാണ് അതൊരു ബുദ്ധിമുട്ട് വരിക. ഒരു കാര്യം ഓർക്കുമ്പോ സത്യമാണ്, ആ കൊച്ചിന്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു നോക്കൂ. ഈ അമ്മ എന്ന് പറയുന്ന ഒരാൾ ഇതുപോലെയൊക്കെ കാണിക്കുമ്പോ ആ കൊച്ചിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബിക്കിനിയുടെ കാര്യം പറഞ്ഞ പോലെ, അവനും ഫ്രണ്ട്സും ആൾക്കാരൊക്കെ പല രീതിയിലും നെഗറ്റീവ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അവൻ കുറച്ച് മാറിയിട്ടുണ്ടാവായിരിക്കാം, വിഷമം ഉണ്ടാവുമായിരിക്കും. അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. അതിന്റെ പേരില് തുറന്നു പറയുമ്പോൾ കുട്ടി സൂക്ഷിക്കണം. വളർന്നു വരുന്നൊരു കൊച്ചാണ്, പലവരും നെഗറ്റീവ് പറയും, അവനെ മോശക്കാരായിട്ട് ചിത്രീകരിക്കും. എത്ര ഉണ്ടെങ്കിലും നിന്നെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിനക്ക് തന്നതല്ലേ എന്നുള്ള ചോദ്യമുണ്ട്. അപ്പൊ ഞാൻ പറയണത് നേരത്തെ പറഞ്ഞ പോലെ, ഇന്ന് ഞാൻ നാളെ നീന്ന് പറഞ്ഞ പോലെ, എന്തായാലും അമ്മ എന്ന് പറയുന്ന അത്രയും വിഷമിച്ച് കിടക്കുന്ന ഒരു അനിയൻ കുട്ടിയുണ്ട്. ഈ സമയത്ത് കിച്ചു ഇതെല്ലാം മറന്നിട്ട് പോട്ടെ. ഇപ്പൊ ജനങ്ങൾ മുഴുവൻ അംഗീകരിച്ചു തുടങ്ങി. അപ്പോ മോനാണെങ്കിലും ഇപ്പോ ഒരു സമാധാനത്തിൽ പോയി ചേർത്ത് പിടിച്ചിട്ട് അമ്മയ്ക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാനുണ്ട് എന്ന് പറയണം എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ആ കുഞ്ഞ് മോനെയും കിച്ചു ചേർത്ത് പിടിക്കുക, എന്നിട്ട് കാര്യങ്ങളായ എന്തെങ്കിലും ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ള. ഞാൻ കിച്ചുവിനെ എൻ്റെ ഒരു പ്രോഗ്രാമിന് വേണ്ടി വിളിച്ചപ്പോൾ കിച്ചു വന്നില്ല, ഞാൻ വിളിച്ചായിരുന്നു. എന്താന്ന് വെച്ചാ എന്തെങ്കിലും വന്ന് അവൻ നല്ല രീതിയിൽ പോട്ടെ എന്നുള്ള മനസ്സിലേ എനിക്കുള്ളൂ. രേണുവിനെ പറ്റുവാണെങ്കിൽ പോയി കാണണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ എപ്പോഴെങ്കിലും പറ്റുവാണെങ്കിൽ ഒന്ന് പോയി കാണും. കാരണം അടുത്ത് ചെന്നൊന്ന് ചേർത്ത് പിടിക്കുമ്പോൾ ചിലപ്പോൾ ഒരു സമാധാനം കിട്ടുവാണെങ്കിലോ ചോദിച്ചിട്ടേ ഞാൻ പോവുള്ളൂ. ഞാനൊന്ന് വന്നോട്ടെ കണ്ടോട്ടെ, അല്ല വരാൻ പറ്റാത്ത സാഹചര്യമാണ്, കാണാൻ ആഗ്രഹമില്ല എന്നാണ് ഒരിക്കലും പോയില്ല. നമ്മൾ ചെന്നപ്പോ ഒരു സന്തോഷം കിട്ടുവാണെങ്കിൽ അത് നമ്മുടെ ഒരു പുണ്യം. പിന്നെ എന്താവശ്യമുണ്ട്, ഇപ്പൊ ഞാൻ പറയാ, രേണുവിനെ സംബന്ധിച്ച് ഇത്രയും സ്റ്റേജിൽ നിൽക്കുന്ന ഒരാള്, ഇത്രയും എന്താ പറയാ, നമുക്ക് പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ മേക്കപ്പും കാണാനും ഡ്രസ്സിങ്ങും മോഡേൺ ഡ്രസ്സും
ഗൾഫിൽ പോയും നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ ഇരിക്കുന്ന എനിക്ക് പറ്റിയിട്ടില്ലാത്തത് രേണു സാധിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പോയി പല പല നെഗറ്റീവ് കേട്ടിട്ടെങ്കിൽ ആ കുട്ടി പിടിച്ചു നിന്ന് ഇതുവരെ എത്തിയപ്പോ അസുഖം വന്നപ്പോ ദൈവത്തിനോട് പ്രാർത്ഥിക്കാം പെട്ടെന്ന് തിരിച്ചു വരട്ടെ, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും കേരളക്കരയുള്ള ജനങ്ങളെല്ലാം എല്ലാവരും എന്തൊക്കെ പറഞ്ഞാലും സ്നേഹമുള്ളവരാ, അവര് ചേർത്ത് പിടിക്കും. തീർച്ചയായും പെട്ടെന്ന് സുഖമായി വരട്ടെ എന്നുള്ളതാണ് ഒരു പ്രാർത്ഥനയാണ് നമുക്ക് എല്ലാവർക്കും. പ്രാർത്ഥന.